ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞതാണ്. അജനാസ്, താങ്ക് യു കേട്ടോ. ഓക്കെ, സോ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? യൂണിയൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ബന്ധപ്പെട്ട റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓക്കെ, ഇതിനകത്ത് ഓരോ ഓപ്ഷൻ്റെ ആയിട്ട് എടുത്തു. അതായത് ഇറ്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ടു ഇൻഫോം ദി പ്രസിഡന്റ് അബൌട്ട് ദി ഡിസിഷൻസ് ടേക്കൺ ബൈ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അത് ശരിയാണോ? അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുന്ന തീരുമാനം പ്രസിഡന്റിനെ അറിയിക്കുക എന്നുള്ളത് പ്രൈം മിനിസ്റ്ററുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നത് ശരിയാണോ? ഓക്കെ, അത് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസൻ ഡിഫൈൻ ദ ടേം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അത് കറക്റ്റ് ആണ്. അതായത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടേം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസൻ പ്രൊവൈഡ് എനി ഡിസ്ക്രിഷണറി പവേഴ്സ് ടു ദി പ്രസിഡന്റ്. അത് ശരിയാണ്. ഓക്കെ, സോ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇപ്പൊ ഈ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞുതരാം. ആദ്യത്തെ ഓപ്ഷൻ എയുടെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 78-നകത്ത് ഓബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാണ്ട് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റിനെ അറിയിക്കണം എന്നുള്ളത്. സോ അത് കാരണം ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസൻ ഡിഫൈൻ ദ ടേം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അത് ആക്ച്വലി തെറ്റാണ്. കാരണം ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടേം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ പറയുന്നുള്ളൂ. അത് എവിടെയാണെന്നല്ലോ ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടേം മെൻഷൻ ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയാണെന്നല്ലോ? ഓക്കെ, ആർട്ടിക്കിൾ 352-നകത്താണ്. സോ ഇതേ ആർട്ടിക്കിൾ 352-നകത്ത് എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ഡിഫൈൻ ചെയ്തത്. ആക്ച്വലി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടേം അതിനകത്ത് ആഡ് ചെയ്തത് 1978-ലെ 44th അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ്. അതായത് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ റിട്ടേൺ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡന്റിന് ആ കാര്യം ചെയ്യാൻ പറ്റൂ എന്നാണ് 44th അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ച് ആർട്ടിക്കിൾ 352 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രൊവിഷൻ. സോ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 352-ൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ ക്യാബിനറ്റ് റാങ്കിലുള്ള യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മറ്റുള്ള മിനിസ്റ്റേഴ്സും കൂടി ഉൾപ്പെടുന്നതാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിനെ ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് യാതൊരു തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷണറി പവേഴ്സും ഇല്ല. ഓക്കെ, കാരണം ആർട്ടിക്കിൾ 74-നകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന പ്രസിഡന്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രസിഡന്റിന്റെ അധികാരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആർട്ടിക്കിൾ 74-നകത്ത് പറയുന്നുണ്ട് there shall be a council of ministers headed by the prime minister to aid and advise the president, and the president shall act according to the advice given by the council of ministers എന്ന് പറയുന്നത്. അതായത് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും കൊടുത്തിട്ടുള്ള അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡന്റിന് വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ പ്രസിഡന്റിന് ഒട്ടും ഡിസ്ക്രിഷണറി പവേഴ്സ് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലി പ്രസിഡന്റിന് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിഷണറി പവേഴ്സും ഇല്ലെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ചില സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻസ് ഉണ്ട്. ഓക്കെ, ലോക്സഭ ഡിസോൾവ് ചെയ്യുന്ന സമയം പറഞ്ഞുതരാം. ചില സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ ഉണ്ട്. സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആള് ഒരു സഡൻലി അദ്ദേഹം മരണപ്പെട്ടു പോയി. ഓക്കെ, ഉദാഹരണത്തിന് 1984-ൽ ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചതുപോലെ. അങ്ങനെ ആയിക്കഴിഞ്ഞാല് ആരായിരിക്കണം അടുത്ത പ്രൈം മിനിസ്റ്റർ എന്ന് പ്രസിഡന്റിന് സ്വമേധയാ തീരുമാനം എടുക്കാം. അതായത് ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാതെ അല്ലെങ്കിൽ ഒരു പാർലമെന്ററി പാർട്ടിയും കൂടി ചേർന്നിട്ട് ലീഡറെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരാളെ വേണമെങ്കിൽ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെയാണ് 1984-ൽ രാജീവ് ഗാന്ധിനെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജയിൽ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. കാരണം രാജീവ് ഗാന്ധിനെ അന്നത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി
ലീഡറായിട്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദയൽ സിംഗ് അദ്ദേഹത്തിനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇലക്ഷൻ കഴിയുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു പ്രീ പോൾ അലയൻസിനും കൃത്യമായിട്ടുള്ള മെജോറിറ്റി ലോക്സഭയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിലും പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. കാരണം ആർക്കും ഭൂരിപക്ഷമല്ല, അപ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് പ്രസിഡന്റിനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് എന്ത് പറയാം, അദ്ദേഹത്തിനോട് ഇത്ര ദിവസത്തിനകത്ത് ഫ്ലോറിൽ അദ്ദേഹത്തിന്റെ മെജോറിറ്റി തെളിയിക്കണം എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ചരൺ സിംഗിന്റെ കേസിലൊക്കെ 1978 സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് രണ്ടും അല്ലാതെ, ഈ പറയുന്ന സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻസ് അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷണലി യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിഷണറി പവേഴ്സും ഇല്ല. ഓക്കെ, അത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻസ് പണ്ടേ ഇല്ല, പക്ഷെ അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലാക്കുന്നത് 1976 42nd അമെൻഡ്മെന്റ് ആക്ടിലൂടെയാണ്. കാരണം അതിലൂടെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ 7 അഡ്വൈസ് പ്രസിഡന്റിൽ ബൈൻഡിംഗ് ആണെന്ന് വരുന്നത്. അതായത് ഇവരെന്ത് പറഞ്ഞോ അത് പ്രസിഡന്റ് ചെയ്തേ പറ്റൂ എന്നാക്കുന്നത്. ഓക്കെ, അത് പിന്നീട് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഇവരുടെ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ലോക്സഭ ഡിസോൾവ് ചെയ്ത സമയത്തും, ഇപ്പൊ ലോക്സഭ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ തൽക്കാലത്തേക്ക് ഒരു കെയർ ടേക്കർ മിനിസ്ട്രി ഉണ്ടാവും. ഓക്കെ, അതായത് നിലവിലുള്ള പ്രൈം മിനിസ്റ്റർ മാറിയിട്ട് പുതിയ പ്രൈം മിനിസ്റ്റർ വരുന്നത് വരെ ഒരു കെയർ ടേക്കർ മിനിസ്ട്രി ഉണ്ടാവും, ഒരാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട്. കാരണം അങ്ങനെയുള്ള മിനിസ്ട്രീസ് സാധാരണഗതിയിൽ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിസി ഡിസിഷൻസ് ഒന്നും എടുക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കെയർ ടേക്കർ മിനിസ്ട്രി വരാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ 7 അഡ്വൈസ് കിട്ടാതെ ഇന്ത്യൻ പ്രസിഡന്റിന് ഈ പറഞ്ഞിട്ടുള്ള 2 സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻസ് അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണലി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന കെയർ ടേക്കർ മിനിസ്ട്രീസ് ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ 2014 എക്സാമ്പിൾ ഉണ്ട്. അതായത് 2014 ലോക്സഭ ഡിസോൾവ് ആയി, ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. പക്ഷെ ആ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ ആക്ച്വലി അവിടെ ഈ പറയുന്ന ആ ഒരു സ്പെസിഫിക് ടൈം വരെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് അതുവരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും. കാരണം അല്ലാതെ ഒരിക്കലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, പ്രസിഡന്റിന് സ്വന്തം നിലക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റ് ആണെന്ന് പറയുന്നത്. അതായത് പ്രസിഡന്റിനുള്ളത് സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണലി യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിഷണറി പവേഴ്സും പ്രസിഡന്റിന് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ അപ്പൊ ആൻസർ ബി ആണ്, കാരണം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ്. സോ അജിനാസിന് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The setting up of the Interstate Council in 1990 was meant for provide membership to local bodies, B. strengthen the federal provisions of the Constitution, C. substitute National Development Council, D. resolve interstate water disputes. Okay, so എന്താണ് 1990 1990 ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ള കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അപ്പൊ എന്ത് കാരണമാണ് 1990 ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? ഓക്കെ, ബി ആണ് ആൻസർ. അതായത് സ്ട്രെങ്തൻ ദി ഫെഡറൽ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 263 നമ്മുടെ ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പറയുന്നത്. അതായത് സെൻട്രലും സ്റ്റേറ്റും അതേപോലെ തന്നെ സ്റ്റേറ്റുകൾ പരസ്പരം തമ്മിലുള്ള കോപ്പറേഷനും കോർഡിനേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസിഡന്റിന് അങ്ങനെ തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ഇതൊരു പെർമനന്റ് ബോഡി അല്ല, ഇതൊരു അഡ്ഹോക് ബോഡിയാണ്. അതായത് പ്രസിഡന്റ് തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതാവുകയും ചെയ്യും. അതായത് പെർമനന്റ്ലി അതൊരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ഇപ്പൊ ഈ പറയുന്ന 1950 മുതൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ആർട്ടിക്കിൾ 263 പറയുന്ന ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ അവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1990 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത് 1983-87 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ആണ്. സർക്കാരിയ കമ്മീഷൻ എന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റെക്കമെൻഡേഷൻസ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ബി ആണ് അതിന്റെ ആൻസർ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The Central Vigilance Commission is appointed by the President on the recommendation of a selection committee consist of Prime Minister, Central Home Minister, Speaker of Lok Sabha and Leader of Opposition of Lok Sabha.
ഓപ്ഷൻ ബി, സോറി, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസന്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ടെയ്നർ ടു സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓക്കെ, അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓൺ ദി recommendation of a selection committee consists of Prime Minister, Central Home Minister, Speaker of Lok Sabha and Leader of Opposition of Lok Sabha. ഇത് കറക്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആരെങ്കിലും ഒന്ന് പറയൂ, ഒന്ന് ഗസ് ചെയ്താലും മതി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, ശരിയാണോ, തെറ്റാണോ? ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസന്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ടെയ്നർ ടു സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ശരിയാണോ? ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്നും അതിനെ അഡ്വൈസ് ചെയ്യുന്നത് ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററും സെൻട്രൽ ഹോം മിനിസ്റ്ററും സ്പീക്കർ ഓഫ് ലോക്സഭയും അതേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭയാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് ആക്ച്വലി തെറ്റാണ്. ഇത് എന്തുകൊണ്ട് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഈ പറയുന്ന പ്രസിഡന്റ് ഇങ്ങനെ ഒരു സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ആ സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ലോക്സഭ സ്പീക്കർ ഇല്ല. ഓക്കെ, ബാക്കിയുള്ള 3 പേരും മാത്രമേ ഉള്ളൂ. പ്രൈം മിനിസ്റ്ററും സെൻട്രൽ ഹോം മിനിസ്റ്ററും ലീഡർ ഓഫ് ഒപ്പോസിഷനും ഉള്ള ഈ 3 പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റിന് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. സോ സ്പീക്കർ ഓഫ് ലോക്സഭ കമ്മിറ്റിയിലെ മെമ്പർ അല്ല. അത് കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസന്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ടെയ്നർ ടു ദി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന് സെക്യൂരിറ്റി ഓഫ് ടെയ്നർ ഉണ്ടെങ്കിലും അത് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്തല്ല. അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സോ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ സെക്യൂരിറ്റി ഓഫ് ടെയ്നറിനെ കുറിച്ച് പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻസ് ആക്ടിനകത്താണ്. ഓക്കെ, സോ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നുള്ളത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ബി ആണ്, 2 ഓൺലി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, സോ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1964 അന്ന് ആന്റി കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്താനം കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 2003 പാർലമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ കറന്റ് ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. അതായത് ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷനും അതുപോലെ തന്നെ 2 വിജിലൻസ് കമ്മീഷണേഴ്സ് ഉള്ള ഒരു ബോഡിയാണ്. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, പ്രൈം മിനിസ്റ്റർ, സെൻട്രൽ ഹോം മിനിസ്റ്റർ, അതേപോലെ തന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ. ഇവർ 3 ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരുടെ കറന്റ്ലി ഉള്ള ഇവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 4 ഇയേഴ്സോ അല്ലെങ്കിൽ 65 ഇയേഴ്സ് ഓഫ് ഏജോ ആണ്. ഓക്കെ, ഒന്നുകിൽ 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. ഇതിനകത്ത് ഏതാണോ വിച്ചെവർ ഈസ് ഏർലിയർ അതാണ് വിജിലൻസ് കമ്മീഷന്റെ ടെന്യൂർ എന്ന് പറയുന്നത്. ഇനി 6th ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദ സ്റ്റേറ്റ്സ് ഹാവ് ദി ഒബ്ലിഗേഷൻ ടു ഇംപ്ലിമെന്റ് ലോസ് പാസ്ഡ് ബൈ ദി പാർലമെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ president's rule can be declared in a state for the non-compliance of directions given by the center. Which of the above statements is or are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദ സ്റ്റേറ്റ്സ് ഹാവ് ദി ഒബ്ലിഗേഷൻ ടു ഇംപ്ലിമെന്റ് ലോസ് പാസ്ഡ് ബൈ ദി പാർലമെന്റ്. ഇത് ശരിയാണോ? അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റേറ്റുകൾ റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റ് ആണോ? ഓക്കെ, ഇത് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ പ്രസിഡന്റ്സ് റൂൾ ക്യാൻ ബി ഡിക്ലെയർഡ് ഇൻ എ സ്റ്റേറ്റ് ഫോർ നോൺ കംപ്ലൈൻസ് ഓഫ് ഡയറക്ഷൻസ് ഗിവൺ ബൈ ദി സെൻട്രൽ. അതായത് സെൻട്രൽ കൊടുക്കുന്ന ഡയറക്ഷൻസ്
ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ ഒരു സ്റ്റേറ്റിനകത്ത് പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാൻ പറ്റും. ശരിയാണോ? ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ കേസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 256 ഇത് ക്ലിയർലി പറയുന്നുണ്ട്. അതായത് സ്റ്റേറ്റുകൾ അവരുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ആസ് പെർ ദി ലോസ് മെയ്ഡ് ബൈ ദി പാർലമെന്റ് ആണ്. അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവർ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അത് കാരണമാണ് ഈ ആർട്ടിക്കിൾ 256 ഇവിടെ ഉള്ളത് കാരണമാണ്. ഇപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ അതിനകത്ത് സുപ്രീം കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇതാണ്. അതായത് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. പക്ഷെ ആർട്ടിക്കിൾ 256 അനുസരിച്ച് സ്റ്റേറ്റുകൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. സോ ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. അത് കാരണം ആ ലോ തെറ്റാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് കേരള ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. സോ ഈ ആർട്ടിക്കിൾ 256 ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ ആർട്ടിക്കിൾ 265 അതായത് പ്രസിഡൻസ് റൂളിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 356 356 ആർട്ടിക്കിൾ 365 പ്രസിഡൻസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 365 പറയുന്നത് ഈ പറയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ കൊടുക്കുന്ന ഡയറക്ഷൻസ് കംപ്ലൈ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഡയറക്ഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റേറ്റിലെ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചല്ല എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. സോ അപ്പോൾ ഒരു സംസ്ഥാനത്തിലെ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചല്ല വർക്ക് ചെയ്യുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ആർട്ടിക്കിൾ 356 വരും, 356 വരും. 356 പറയുന്നത് ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചല്ല വർക്ക് ചെയ്യുന്നതെന്ന് പ്രസിഡന്റിന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആ സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാന്നാണ് പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾ 356 യൂസ് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് ആണ് ആർട്ടിക്കിൾ 365 പറയുന്നത്. സോ അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയുന്നത്. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, consider the following statement. The constitution provides parliamentary control over the use of emergency powers by the president. The continued operation of financial emergency after initial ratification doesn't require periodical approval from parliament. Which of the above statements is or are not correct? Okay, ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. So first statement, the constitution provides parliamentary control over the use of emergency powers by the പ്രസിഡന്റ്. അതായത് പാർലമെന്റ് പ്രസിഡന്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റ് എമർജൻസി പവേഴ്സിന്റെ മുകളിൽ പാർലമെന്ററി കൺട്രോൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the continued operation of financial emergency after the initial ratification doesn't require periodical approval from parliament. അതായത് ഫിനാൻഷ്യൽ എമർജൻസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ തുടക്കത്തിൽ വേണ്ട ഇനീഷ്യൽ റാറ്റിഫിക്കേഷൻ അല്ലാതെ ഫിനാൻഷ്യൽ എമർജൻസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പീരിയോഡിക്കൽ ആയിട്ടുള്ള റാറ്റിഫിക്കേഷൻസ് ആവശ്യമില്ല എന്ന് പറയുന്നു. അത് ശരിയാണോ? ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ഏതാണെന്നാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഡി ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയത് കാരണം രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല. സോ ദാറ്റ് മീൻസ് ആൻസർ ഡി ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രസിഡന്റിനാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ഉള്ളതെങ്കിലും നാഷണൽ എമർജൻസി ആണെങ്കിലും പ്രസിഡൻസ് റൂൾ ആണെങ്കിലും ഫിനാൻഷ്യൽ എമർജൻസി ആണെങ്കിലും അതിന് പാർലമെന്ററി അപ്രൂവൽ വേണം. സോ ദാറ്റ് മീൻസ് പാർലമെന്റിൽ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റും പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നാഷണൽ എമർജൻസി ആവശ്യത്തിനാണോ അല്ല എന്നുള്ളത്. ഓക്കെ, ഈ സ്ക്രൂട്ടനൈസിംഗ് പവർ ഒന്നുകൂടി കൂട്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ആണ് 44th അമെൻഡ്മെന്റ് ആക്ട്. കാരണം അതിലൂടെയാണ് എല്ലാ 6 മാസം കൂടുമ്പോഴും പ്രസിഡൻസ് റൂൾ ആണെങ്കിലും നാഷണൽ എമർജൻസി ആണെങ്കിലും പാർലമെന്റിന്റെ റീ അപ്രൂവൽസ് അല്ലെങ്കിൽ റീ റാറ്റിഫിക്കേഷൻ ആവശ്യമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ എമർജൻസിയുടെ കണ്ടിന്യൂഡ് ഓപ്പറേഷന് പീരിയോഡിക്കൽ ആയിട്ടുള്ള പാർലമെന്ററി അപ്രൂവൽ വേണ്ടെന്ന് പറയുന്നത് അതും ശരിയാണ്. കാരണം ഈ 3 എമർജൻസീസിന്റെ കേസിൽ ഫിനാൻഷ്യൽ എമർജൻസിക്ക് മാത്രമേ എങ്ങനെ ഉള്ളൂ. ഫിനാൻഷ്യൽ എമർജൻസി വൺസ് പാർലമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റ് അത് വിഡ്രോ ചെയ്യുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ നാഷണൽ എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂളോ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കേസുകളിലും 6 മാസം കൂടുമ്പോഴുള്ള പാർലമെന്ററി അപ്രൂവൽ നിർബന്ധമാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വെൻ ദ പ്രസിഡൻസ് റൂൾ ഈസ് ഇമ്പോസ്ഡ് ഇൻ എ സ്റ്റേറ്റ്
all the powers and functions of the state government will be automatically transferred to the governor. Second statement is the imposition of president's rule in a state is inconsistent with the concept of federalism. Which of the above statements is or are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, when the president's rule is imposed in a state, all the powers and functions of the state government will be automatically transferred to the governor എന്ന് പറയുന്നത്. ഇത് ശരിയാണോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The second statement is the imposition of president's rule in a state is inconsistent with the concept of federalism. ശരിയാണോ? ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡൻസ് ഉള്ള ഒരു സ്റ്റേറ്റിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ്, അതായത് എക്സിക്യൂട്ടീവ് പിരിച്ചുവിടപ്പെടും. അതായത് ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനൊക്കെ പിരിച്ചുവിടും. എന്നിട്ട് ആ സ്റ്റേറ്റിലെ എക്സിക്യൂട്ടീവ് പവേഴ്സ് പ്രസിഡന്റിനാണ് കിട്ടുക, ഗവർണർക്കല്ല. പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് മറ്റേതെങ്കിലും ഏജൻസിയിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. അത് കാരണം പ്രസിഡന്റ് ആണ് സാധാരണഗതിയിൽ ഗവർണർമാർക്ക് ഈ അധികാരം കൊടുക്കാറുള്ളത്, അല്ലാതെ ഗവർണർമാർക്ക് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി അധികാരം കിട്ടില്ല. അത് കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഇമ്പോസിഷൻ ഓഫ് പ്രസിഡൻസ് റൂൾ ഇൻ എ സ്റ്റേറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് കൺസെപ്റ്റ് ഓഫ് ഫെഡറലിസം. അത് കറക്റ്റ് ആണ്. കാരണം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ യൂണിറ്ററി ഫീച്ചേഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് ആയിട്ടാണ് പ്രസിഡൻസ് റൂളും എമർജൻസി പവേഴ്സും പഠിക്കാറുള്ളത്. സാധാരണഗതിയിൽ ലോകത്തിലൊരു ഫെഡറേഷൻസിനകത്തും ഈ തരത്തിലുള്ള പ്രൊവിഷൻസ് ഉണ്ടാവാറില്ല. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ സെൻട്രൽ ഗവൺമെന്റ് ഒരിക്കലും അധികാരം കിട്ടാറില്ല. പക്ഷെ ഇന്ത്യയിൽ അതുണ്ട്, അത് കുട്ടികളുടെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, സോ അത് കാരണം ഒരു ഫെഡറൽ സ്പിരിറ്റിനെ നിരക്കുന്ന ഒരു കാര്യമല്ല ഈ പ്രസിഡൻസ് റൂളും അതേപോലെ തന്നെ മറ്റുള്ള എമർജൻസി പ്രൊവിഷൻസ് ഒന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ ബി ആണ്, പ്യൂർലി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്തത്, ഡ്യൂറിംഗ് ദി absence in the office of the president, the vice president will discharge the functions of the president for 6 months, for 1 year, for the remaining tenure of the president, d none of the above. അതായത് പ്രസിഡന്റ് ഓഫീസിനകത്ത് ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ എത്ര കാലമാണ് വൈസ് പ്രസിഡന്റിന് ആ സ്ഥാനത്തിരിക്കാൻ പറ്റുക? ഓക്കെ, സോ ഇതിന്റെ കേസിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രസിഡന്റ് ഓഫീസിനകത്ത് വേക്കൻസി വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്, ആബ്സെൻസ് വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ പ്രസിഡന്റ് ഓഫീസിനകത്ത് ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ആബ്സെൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ വേക്കൻസി എന്നാണെങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, വേക്കൻസി ആണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ് ഓഫീസിനകത്ത് വേക്കൻസി വന്നു കഴിഞ്ഞാൽ വിത്തിൻ 6 മന്ത്സിനകത്ത് പുതിയ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ഈ അപ് ടു 6 മന്ത്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രസിഡന്റ് ഓഫീസിനകത്ത് വേക്കൻസി വന്നത് കാരണം ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറും. വൈസ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറും. അദ്ദേഹം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറും. സോ അപ്പൊ ആര് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാലും അവർക്ക് പ്രസിഡന്റ് ഓഫീസിനകത്ത് വേക്കൻസി ആണ് വരുന്നതെങ്കിൽ ഒരാൾക്ക് തൽക്കാലത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുക 6 മാസത്തേക്ക് മാത്രമാണ്. പക്ഷെ നേരെ മറിച്ച് പ്രസിഡന്റ് ഓഫീസിനകത്ത് ആബ്സെൻസ് ആണ് വരുന്നതെങ്കിൽ, വേക്കൻസി ആണ് വരുന്നതെങ്കിൽ 6 മാസം വരെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂ. ആബ്സെൻസ് ആണ് വരുന്നെങ്കിൽ, ആബ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രസിഡന്റ് ആയിട്ട് ഒരാളുണ്ട്, പക്ഷെ അദ്ദേഹം തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതിപ്പോ ഇൽ ഹെൽത്തോ അല്ലെങ്കിൽ ഫോറിൻ വിസിറ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ലീവ് എടുത്തുകൊണ്ടോ എന്ത് കാരണം കൊണ്ടോ ആവാം. ഓക്കെ, പ്രസിഡന്റ് ആയിട്ട് ഒരാളുണ്ട്, പക്ഷെ അദ്ദേഹം കറന്റ്ലി അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവൈലബിൾ അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിനെയാണ് ആബ്സെൻസ് എന്ന് വിളിക്കുക. സോ ആബ്സെൻസിന്റെ കേസിൽ വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ് ചെയ്യുക. സോ അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസിനകത്ത് ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് തിരിച്ച് ഓഫീസിലേക്ക് വരുന്നത് വരെ, അതായത് തിരിച്ച് അദ്ദേഹത്തിന്റെ ജോലികളിൽ പ്രവേശിക്കുന്നത് വരെ വൈസ് പ്രസിഡന്റിന് ആ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനൊരു ടൈം ലിമിറ്റ് പറയുന്നില്ല. സോ ഇതിന്റെ ആൻസർ നൺ ഓഫ് ദി അബോവ്. കാരണം പ്രസിഡന്റ് എന്നാണോ തിരിച്ചു വരുന്നത് അതുവരെ ഇദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ വേക്കൻസി ആണെങ്കിൽ ഇതാണ് ആൻസർ. വേക്കൻസി എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മന്ത്സ് ആണ്. ആബ്സെൻസ് ആണെങ്കിൽ പ്രസിഡന്റ് തിരിച്ചു വരുന്നത് വരെ എന്നാണ് ആൻസർ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ലാത്തത് കാരണം നൺ ഓഫ് ദി അബോവ് ആണ്, ഡി ആണ് ആൻസർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, which of the following persons cannot be removed from office by the state governor?
താഴെ പറയുന്ന ആരൊക്കെയാണ് സ്റ്റേറ്റ് ഗവർണർക്ക് ആ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. രണ്ട്, ചീഫ് മിനിസ്റ്റർ. മൂന്ന്, മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. നാല്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇതിനകത്ത് ഗവർണർക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 1, 3 and 4, 3 and 4, 3 only, 1, 2, 3, 4. ഗവർണർക്ക് ഇതിനകത്ത് ആരൊക്കെയാണ് റിമൂവ് ചെയ്യാൻ പറ്റാത്തത്? ഓക്കെ, ബി ആണ് ആൻസർ. 3 and 4 ആണ്. കാരണം നമുക്കറിയാം അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റും ചീഫ് മിനിസ്റ്ററും എന്താണ് ഓഫീസ് ഹോൾഡേഴ്സ് ആയിട്ടിരിക്കുന്നത് അറ്റ് ദി പ്ലഷർ ഓഫ് ദി ഗവർണർ ആണ്. അത് ഗവർണർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരെ മാറ്റാൻ നടത്താം. മൂന്നാമത്തെ കേസിൽ, അതായത് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ കേസ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണെങ്കിലും അവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ്. അതും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ഗ്രൗണ്ട്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവരെ റിമൂവ് ചെയ്യാൻ പറ്റൂ. ഇനി നാലാമത്തെ ആള് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കേസ് ഇത് തന്നെയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണെങ്കിലും അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ ഹൈക്കോടതി ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്ന സിമിലർ മാനറിൽ മാത്രമേ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് പ്രൂവ്ഡ് മിസ്ബിഹേവിയറിന്റെയോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന ഒരു റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ പറ്റൂ. സോ ആൻസർ 3 and 4 ആണ്. ഗവർണർക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും. ബി ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് ദി ഗവർണർ മേ റിസർവ് എ ബിൽ ഫോർ ദി കൺസിഡറേഷൻ ഓഫ് ദി പ്രസിഡന്റ്. അതായത് താഴെ പറയുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഗവർണർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാം? ഓപ്ഷൻ എ, ഇഫ് ദ ബിൽ ഈസ് അഗെയിൻസ്റ്റ് DPSPs. ഓപ്ഷൻ ബി, if the bill endangers the position of the high court of the state. Option C, if the bill is against the larger interest of the nation. Option D, all of the above. So താഴെ പറയുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഗവർണർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാം? സോ ഡി ആണ് ആൻസർ. ഈ പറയുന്ന 4 സാഹചര്യങ്ങളിലും ഇത് സംഭവിക്കും. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഈ 4 കാര്യങ്ങളിൽ, ഈ 3 കാര്യങ്ങളിൽ ഗവർണർ നിർബന്ധമായിട്ടും ഒരു ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് ഈ ബിയുടെ കേസിൽ മാത്രമാണ്. ഇഫ് ദ ബിൽ എൻഡേഞ്ചേഴ്സ് ദി പൊസിഷൻ ഓഫ് ദി ഹൈക്കോർട്ട് ഓഫ് ദി സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ല് ആ സംസ്ഥാനത്തിലെ ഹൈക്കോടതിയുടെ പൊസിഷനെ എൻഡേഞ്ചർ ചെയ്യുന്നതാണെന്ന് സ്റ്റേറ്റ് ഈ പറയുന്ന ഗവർണർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഗവർണർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് അങ്ങനെയുള്ള ബില്ലുകൾ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ റിസർവ് ചെയ്യാതിരിക്കാം, യൂഷ്വലി ചെയ്യാറുണ്ട്. പക്ഷെ ആ രണ്ടാമത്തെ കാര്യത്തിൽ മാത്രമേ നിർബന്ധമുള്ളൂ. ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ് ആണ്. ഈ എല്ലാ സാഹചര്യങ്ങളിലും സാധാരണഗതിയിൽ ഗവർണർ ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബില്ലുകൾ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാം. ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. With regard to national emergency, consider the following statements. The president can restrict the operation of national emergency for a part of India. Second statement, the national emergency when declared should be ratified by the parliament within 2 months. Which of the above statements is or are correct? That national emergency ആയിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the president can restrict the operation of national emergency for a part of India. അത് ശരിയാണോ? അതായത് പ്രസിഡന്റിന് ഈ പറയുന്ന നാഷണൽ എമർജൻസിയുടെ ഓപ്പറേഷൻ ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും? ഓക്കെ, പറ്റും, അത് കറക്റ്റ് ആണ്. കാരണം പണ്ട് പറ്റില്ലായിരുന്നു. പക്ഷേ 1976 42nd അമെന്റ്മെന്റ് ആക്ടിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പെർട്ടിക്കുലർ പാർട്ടിലേക്ക് മാത്രമായിട്ട് ഡിക്ലെയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ ഇന്ത്യയിലെ ഏതെങ്കിലും സ്പെസിഫിക് പാർട്ടിൽ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യാനോ പറ്റും. Second statement, national emergency when declared should be ratified by the parliament within 2 months. Correct ആണ്. Okay, second statement തെറ്റാണ്. 2 മാസം അല്ല, 2 മാസം ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ കറന്റ് അതെന്താണ്? Within 1 month ആണ് പറയുന്നത്. So second statement തെറ്റാണ്. First statement correct ആണ്. Option A ആണ് answer. 13th question, consider the following statements. There is a bar to the selection of governor of a state from amongst the members of the legislature of the state. Second statement, the original plan in the draft constitution of India was to
have an elected governor, but in the Constituent Assembly, it was replaced by the method of appointment by the President of India. Third statement, the method of appointment of a governor of a state by the President of India is representative to the prevailing practice in the federal system of United States of America and Australia. Which of the above statements is or are correct? So, മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So, first statement, there is a bar to the selection of governor of a state from among the members of the legislature of the state. അതായത് ഒരു സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾക്കിടയിൽ നിന്ന് ഒരാളെ ഒരിക്കലും ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ബാർ, അങ്ങനെ കാര്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, സോ സാധാരണഗതിക്ക് ഇപ്പൊ ഈ പറയുന്ന ഗവർണറെ പ്രസിഡന്റിന് ഒരു സർട്ടൻ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്ന രണ്ട് ക്വാളിഫിക്കേഷനെ ഗവർണർക്ക് പറയുന്നുള്ളൂ. ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം, രണ്ട് 35 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ഇങ്ങനെ ഒരാളെ പ്രസിഡന്റിനെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അത് പാർലമെന്ററി MP-യോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലെ MLA ആയാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. വൺസ് ഇവർ ഈ ഗവർണറായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് അവരുടെ MLA സ്ഥാനം അല്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കണം. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സീറ്റ് വേക്കന്റ് ആയതായിട്ട് കണക്കാക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇങ്ങനൊരു ബാർ ഒന്നുമില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the original plan in the draft constitution of India was to have an elected governor, but in the Constituent Assembly it was replaced by the method of appointment by the President of India. So second statement correct ആണ്. അതായത് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവർണേഴ്സിനെ അവിടുത്തെ ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യണമെന്നാണ്. പിന്നീട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇത് മാറിയിട്ട് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാന്നുള്ള ഒരവസ്ഥ വരുന്നതെന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഗവർണറെ ഡയറക്ട്ലി ഇലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് പല കാരണങ്ങളാൽ ഇത് വേണ്ടാന്ന് വെച്ചു. ഇത് വേണ്ടാന്ന് വെക്കാനുള്ള വൺ ഓഫ് ദി മേജർ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ ലക്ഷ്മികാന്തനൊക്കെ വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിനകത്ത് ജവഹർലാൽ നെഹ്റു എന്നുള്ള മറുപടി ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് സ്റ്റേറ്റിലെ ഗവർണർ, സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ എന്തായാലും ആ സംസ്ഥാനക്കാരനായിരിക്കും. സ്റ്റേറ്റിലെ ഗവർണർ ഇലക്ട് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റുകാരനായിട്ട് ഒരാൾ മാത്രമേ ഗവർണറായിട്ട് മാറുള്ളൂ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഗവർണർ ഇലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇപ്പൊ ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഗവർണറെ പോലെ ഒരാൾ ഇവിടെ ഗവർണർ ആവില്ല. ഓക്കെ, ഒരു നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാൾക്ക് ഇവിടെ ജയിക്കാൻ പറ്റില്ല. സോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗവർണറും ചീഫ് മിനിസ്റ്ററും ഒക്കെ ഒരേ സംസ്ഥാനക്കാരായി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കിടയിൽ സെപ്പറേറ്റിസം വളർന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. ഓക്കെ, അത് അന്ന് നെഹ്റു കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മറ്റു കാരണങ്ങളായിട്ട് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന ഗവർണർ ജസ്റ്റ് ഒരു ടൈറ്റിൽ ഓഫ് ഹെഡ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് മാത്രമാണ്. സോ അപ്പൊ അങ്ങനെ ഒരാളുടെ ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ല. പിന്നെ ഇലക്ടഡ് ഗവർണറും ഇലക്ടഡ് ചീഫ് മിനിസ്റ്ററും ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്കിടയിൽ അധികാര തർക്കം വരും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് ഈ പറയുന്ന സ്റ്റേറ്റുകളുടെ മുകളിലുള്ള കൺട്രോൾ കുറയും. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനകത്ത് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഇങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതിന് പകരം സംസ്ഥാനങ്ങൾ ഇലക്ട് ചെയ്യുന്നതിന് പകരം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊണ്ടുവരാനുള്ള കാരണം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് എ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ബൈ ദി പ്രസിഡന്റ് of India is repugnant to the prevailing practice in the federal system of the United States of America and Australia. So ഇത് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഇന്ത്യയിൽ ഈ പ്രസിഡന്റ് ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന സിസ്റ്റം എന്താണ്, ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ US-ത്തെ ഫെഡറൽ സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് കൺസിസ്റ്റന്റ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ തെറ്റാണോ? തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം നമ്മൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഗവർണർ അപ്പോയിന്റ് ചെയ്യാന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, സോ ഇത് സാധാരണഗതിയിലുള്ള നോർമലി ഫെഡറൽ സിസ്റ്റമായിട്ട് യോജിച്ച് പോകുന്ന ഒരു കാര്യമല്ല ഈ ഗവർണറെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, കാരണം സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റുകളുടെ മുകളിൽ കൺട്രോൾ വരും. അത് കാരണം US-ലും ഓസ്ട്രേലിയയിലൊക്കെ അവിടുത്തെ സ്റ്റേറ്റ് ഗവർണേഴ്സിനെ അവിടുത്തെ ജനങ്ങൾ ഇലക്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. സോ അപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്യൂർലി ഫെഡറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ള പോലെ അല്ല നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിനകത്തുള്ള ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ അപ്പോൾ ആൻസർ C ആണ്, 2 and 3 only. ഈ 14th question, which of the following statement is or are correct regarding the status of governor of a state in India?
The president can appoint the same person as governor for 2 or more states is possible. Second statement, a governor act as an agent of the central government. Third statement, a governor is a titular or constitutional head of the state. Fourth statement, the salary of the governor is a charged expenditure on the consolidated fund of India. So ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So first statement, the president can appoint the same person as governor for 2 or more states. അത് കറക്റ്റ് ആണ്. അതായത് പ്രസിഡന്റിന് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു കോമൺ ഗവർണറെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സോ അത് കറക്റ്റ് ആണ്. കാരണം പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, 2 or more സ്റ്റേറ്റിന് ഒരു കോമൺ ഗവർണർ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. 1956 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെയാണ് ഈ ഒരു കാര്യം വരുന്നത്. അതിനു മുമ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും സെപ്പറേറ്റ് ഗവർണർമാർ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എ ഗവർണർ ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. ഒരു ഗവർണർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ഗവർണർ എന്താണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റ് കൂടിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, എ ഗവർണർ ഈസ് എ ടൈറ്റുലർ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഗവർണർ ജസ്റ്റ് ഒരു ടൈറ്റുലർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. കറക്റ്റ് ആണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, ഇതും കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, സാലറി ഓഫ് ദി ഗവർണർ ഈസ് എ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ശരിയാണോ? സോ ഇതിനകത്ത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മാത്രമേ തെറ്റായിട്ടുള്ളൂ. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലെ ചാർജഡ് എക്സ്പെൻഡിച്ചർ അല്ല, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റിലെ ചാർജഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, കാരണം ഗവർണറുടെ സാലറിയും അലവൻസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് പാർലമെന്റ് ആണെങ്കിലും അത് കൊടുക്കുന്നത് സംസ്ഥാനങ്ങളാണ്. അത് സംസ്ഥാനങ്ങളിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിലെ ചാർജഡ് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള കൺസോളിഡേറ്റഡ് ഫണ്ടിലെ ചാർജഡ് എക്സ്പെൻഡിച്ചർ അല്ല. ഓക്കെ, സോ അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആൻസർ 1, 2, 3 ആണ്. ഓക്കെ, എ ആണ് ആൻസർ. ഇനി 15th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, which of the following are the duties of the president of India? First statement, he caused to be laid before the parliament the recommendations of the finance commission. Second statement, the report of the public accounts committee. Third statement, the report of the controller and auditor general of India. Fourth statement, the report of the national commission for scheduled caste. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യാന്നുള്ളത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ആർട്ടിക്കിൾ 280 പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നതും ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ ഫിനാൻസ് കമ്മീഷൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യും. ഫിനാൻസ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കും. പ്രസിഡന്റ് ആ റിപ്പോർട്ട് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യണം, പ്രസിഡന്റ് സബ്മിറ്റ് ചെയ്യണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്. അത് കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ റിപ്പോർട്ട് ഓഫ് ദി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണോ? അല്ല, തെറ്റാണ്. കാരണം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ലോക്സഭയുടെ കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ്. അവരുടെ റിപ്പോർട്ട് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നത് ആ കമ്മിറ്റി ചെയർമാനാണ്. സോ അത് കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ റിപ്പോർട്ട് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG റിപ്പോർട്ട് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ശരിയാണ്. കാരണം CAGയുടെ റിപ്പോർട്ട് CAG കൊടുക്കുന്നത് പ്രസിഡന്റിനാണ്. പ്രസിഡന്റ് ആ റിപ്പോർട്ട് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യും. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ദ റിപ്പോർട്ട് ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. കറക്റ്റ് ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അത് കറക്റ്റ് ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ഇവരുടെയൊക്കെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെയാണ്. സോ അപ്പോൾ 1, 3, 4 ആണ് ആൻസർ. സി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് MLAs may vary from state to state. Second statement, the value of votes of members of Rajya Sabha are greater than that of Lok Sabha. So first statement, the value of votes of MLAs may vary from state to state. അപ്പോൾ ശരിയാണോ? അതായത് പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിലെ MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അത് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലോക്സഭ. കറക്റ്റ് ആണ്.
രാജ്യസഭാ മെമ്പേഴ്സിന്റെ വോട്ടിന്റെ വാല്യൂ ലോക്സഭാ മെമ്പേഴ്സിന്റെ വോട്ടിന്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ശരിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ MLA-മാരുടെയും വോട്ടിന്റെ വാല്യൂ ഒരേപോലെ വരുന്ന രീതിയിലായിരിക്കണം പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണമെന്നാണ്. സോ അതുകൊണ്ടാണ് എല്ലാ 10 വർഷം കൂടുമ്പോഴുള്ള ലേറ്റസ്റ്റ് സെൻസസ് അനുസരിച്ച്, അതായത് MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ കണക്കാക്കുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്റ്റഡ് MLAs ഓഫ് ദി സ്റ്റേറ്റ് ഇൻറ്റു 1/1000 വെച്ചിട്ടാണ്. സോ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും പോപ്പുലേഷന്റെ ലേറ്റസ്റ്റ് സെൻസസ് അനുസരിച്ച് പോപ്പുലേഷൻ വെച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പറയുന്ന സമയത്ത് ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ 10 വർഷം കൂടുമ്പോൾ നമ്മുടെ നാഷണൽ സെൻസസ് വരും. ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും MLA-മാരുടെ എണ്ണത്തിനകത്ത് മാറ്റം വരുത്തണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഡിലിമിറ്റേഷൻ കമ്മീഷൻ വന്നിട്ട്. സോ അത് കാരണം ഇന്ത്യയിലുള്ള എല്ലാ MLA-മാരും റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇന്ത്യയിൽ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെയധികം യൂണിഫോം അല്ലാത്തത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 76-ലെ 42nd അമെൻഡ്മെന്റ് ആക്ടിന്റെ സമയത്ത് എന്ത് ചെയ്തു, ഈ ലേറ്റസ്റ്റ് സെൻസസ് വെച്ചിട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഈ വോട്ടിന്റെ വാല്യൂ കണക്കാക്കുന്നത് നിർത്തി പകരം 71 സെൻസസ് വെച്ചിട്ട് കണക്കാക്കാൻ തുടങ്ങി. സോ അപ്പൊ അതോട് കൂടിയിട്ട് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷൻ ഈ 71 ഒക്കെ ആയപ്പോഴേക്കും വലിയ രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ MLA-മാരുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. അത് കാരണം ഉത്തർപ്രദേശ് പോലുള്ളൊരു സ്റ്റേറ്റിൽ ഒരു MLA-യുടെ വോട്ടിന്റെ വാല്യൂ മോർ ദാൻ 200 ആണെങ്കിൽ കേരളത്തിൽ അത് 160, അറൌണ്ട് 160 ആണ് കേരളത്തിലെ ഒരു MLA-യുടെ വോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. കാരണം ഈ പോപ്പുലേഷന്റെയും അതേപോലെ തന്നെ MLA-മാരുടെയും എണ്ണത്തിൽ വരുന്ന ഒരു ഡിഫറൻറ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് രാജ്യസഭാ MP-മാരുടെ വോട്ടിന്റെ വാല്യൂ ലോക്സഭാ MP-മാരുടെ വോട്ടിന്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം MP-മാരുടെ വോട്ടിന്റെ വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വാല്യൂ ഓഫ് ദി ടോട്ടൽ വോട്ട്സ് ഓഫ് ഓൾ MLAs ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടഡ് MPs ആണ്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും എല്ലാ MP-മാരുടെ, അതായത് ടോട്ടൽ ഇലക്ടഡ് MP-മാരെ വെച്ചിട്ടാണ് ഈ പറയുന്ന ടോട്ടൽ MLA-മാരുടെ വോട്ടിന്റെ വാല്യൂ ഡിവൈഡ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും എല്ലാ MP-മാരുടെയും വോട്ടിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എ ആണ് ആൻസർ. ഇനി 17th ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദി പാർഡണിംഗ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് പാർഡണിംഗ് പവേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ പാർഡണിംഗ് പവേഴ്സ് എക്സസൈസ്ഡ് ബൈ the president is exclusively of administrative nature and is not justiciable. Second statement, while exercising the pardoning powers of the president, the president must follow the guidelines issued by the Supreme Court. So ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So first statement, the pardoning powers of power exercisable by the president is exclusively of administrative nature and is not justiciable. ഇത് കറക്റ്റ് ആണോ? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, while exercising the pardoning powers, the president must follow the guidelines issued by the Supreme Court. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം നമ്മളിപ്പോ ഈ ബുക്കുകളിൽ പഠിക്കുന്ന സമയത്ത് ഇത് പ്രസിഡന്റ് ജുഡീഷ്യൽ പവർ ഒക്കെ ആയിട്ട് പഠിക്കുമെങ്കിലും ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിലുള്ള പവർ ആണെന്നും ഈ പവറിന്റെ മുകളിൽ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഇല്ല, അല്ലെങ്കിൽ ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്നും 1980s അവസാനത്തിൽ വന്നിട്ടുള്ള കെഹർ സിംഗ് കേസ് ഉണ്ട്. നമ്മുടെ സിഖ് മിലിറ്റൻസി ആയിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ള കേസ് ഉണ്ട്, കെഹർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ കേസിനകത്ത് സുപ്രീം കോടതി ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രസിഡന്റ് ഒരാളുടെ ദയാഹർജി തള്ളുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരിക്കലും കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഓക്കെ, എക്സെപ്റ്റ് അതിനകത്തൊരു മാലിഫൈഡ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് ഈ പറയുന്ന പ്രസിഡന്റിന്റെ പാർഡണിംഗ് പവേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സുപ്രീം കോടതി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് അത് തെറ്റാണ്. കാരണം ഈ സുപ്രീം കോടതി തന്നെ പിന്നീട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് 89-ൽ ഈ പറയുന്ന കെഹർ സിംഗ് കേസിൽ തന്നെയാണെന്ന് തോന്നുന്നു, കേസ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പാർഡണിംഗ് പവേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു എക്സിക്യൂട്ടീവ് പവർ ആയത് കാരണം അദ്ദേഹത്തിന് അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റിന് അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കോടതി പരിശോധിച്ചിട്ടുള്ള തെളിവുകളൊക്കെ ഇവർക്ക് പുതുതായിട്ട് വീണ്ടും എടുത്ത് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ പ്രസിഡന്റിന്റെ ഇതൊരു ഒരു എക്സെപ്ഷണൽ കേസ് ആയത് കാരണം അല്ലെങ്കിൽ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആയത് കാരണം ഇതിനകത്ത് ഒരിക്കലും കോടതി ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
സോ ഇതിന്റെ ആൻസർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അത് കാരണം തെറ്റാണ്, ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നുള്ള പറയുന്ന കാര്യം. കാരണം സുപ്രീം കോടതി അങ്ങനെ ഗൈഡ് ലൈൻസിന്റെ ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ആൻസർ എ ആണ്, 1 only. ഇനി 80th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്? സെൻട്രൽ GST, ഇന്റഗ്രേറ്റഡ് GST, സ്റ്റാമ്പ് ഡ്യൂട്ടി മെൻഷൻഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ്, ഇൻകം ടാക്സ്. ഇതിനകത്ത് സെൻട്രലും സ്റ്റേറ്റുകളും തമ്മിൽ ഷെയർ ചെയ്യുന്ന ടാക്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ GST സെൻട്രലും സ്റ്റേറ്റുകളും തമ്മിൽ ഷെയർ ചെയ്യും. ഓക്കെ, സെൻട്രൽ GST ആക്ച്വലി സെൻട്രലും സ്റ്റേറ്റുകളും നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ടാക്സ് ആണ്. രണ്ടാമത്തത് ഇന്റഗ്രേറ്റഡ് GST, അല്ലെങ്കിൽ നമ്മൾ IGST എന്ന് പറയുന്ന സാധനം സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഷെയർ ചെയ്യുന്നതാണ്. അതായത് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടാക്സസ്. ഇന്റഗ്രേറ്റഡ് GST സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഷെയർ ചെയ്യും. ഓക്കെ, തേർഡ്, സ്റ്റാമ്പ് ഡ്യൂട്ടി മെൻഷൻഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ്. അതായത് യൂണിയൻ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഷെയർ ചെയ്യും. ഓക്കെ, സ്റ്റാമ്പ് ഡ്യൂട്ടി സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഷെയർ ചെയ്യില്ല. കാരണം യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾക്ക് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സ് സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഷെയർ ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ 1, 2 and 4 ആണ്. സി ആണ് ആൻസർ. സോ ഇതിനകത്ത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതായത് ഈ പറയുന്ന ടാക്സസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് വെച്ചിട്ട്. ഓക്കെ, സോ നമ്മുടെ യൂണിയൻ ലിസ്റ്റിനകത്ത്, അതായത് നമ്മുടെ ഇന്ത്യയിലെ റവന്യൂ പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെജോറിറ്റി റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സും വരിക, എസ്പെഷ്യലി ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് വരിക സ്റ്റേറ്റിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ടാക്സ് കളക്ടിംഗ് പവേഴ്സ് ഉള്ളത് സെൻട്രലാണ്. നമ്മൾ ഈ ലിസ്റ്റിനകത്തുള്ള നമ്പർ ഓഫ് ടാക്സ് ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി എണ്ണത്തിൽ കൂടുതൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിലും, സ്റ്റേറ്റ് ലിസ്റ്റിൽ 18 എണ്ണോ യൂണിയൻ ലിസ്റ്റിൽ 14 എണ്ണോ ഉണ്ട്. പക്ഷേ മെജോറിറ്റി ടാക്സസ്, പ്രധാനപ്പെട്ട ടാക്സസ് എല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അത് കാരണം എപ്പോഴും ഇതിനകത്തൊരു ഡിസ്പാരിറ്റി ഉണ്ടാവും. ഈ പറയുന്ന സെന്ററിന് ടാക്സിംഗ് പവേഴ്സ് കൂടുതലും സ്റ്റേറ്റുകൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലും. അപ്പോൾ സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും അവരുടെ ടാക്സ് പവേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടാക്സസ് വെച്ചിട്ട് ഒരിക്കലും അവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് നമ്മൾ ഈ ഫിനാൻസ് കമ്മീഷൻ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പൊ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ട് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ടാക്സസ് യൂണിയന് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. സോ അതിനകത്ത് പറയുന്ന യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി അത് എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നത് പാർലമെന്റ് ആണ്. പക്ഷെ അത് കളക്ട് ചെയ്യുന്നതും ആ ടാക്സ് കൈവശം വെക്കുന്നതും സ്റ്റേറ്റുകളാണ്, അതത് സ്റ്റേറ്റുകളാണ്. രണ്ടാമത്തത് ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടാക്സസ് അത് യൂണിയനാണ് ലെവി ചെയ്യുക. അതായത് എത്രയാണെന്ന് കളക്ട് ചെയ്യുന്നതും യൂണിയൻ ആണ്, പക്ഷെ അത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റുകൾക്കിടയിലാണ്. ഇനി ഇതിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന GST, അതിനെയാണ് നമ്മൾ IGST എന്ന് പറയാം. ഇത് ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സെൻട്രൽ ആണെങ്കിലും ഇത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കൈവശപ്പെടുത്തുന്നത് സെൻട്രലും സ്റ്റേറ്റും കൂടി ചേർന്നിട്ടാണ്. അതായത് ഇന്റഗ്രേറ്റഡ് GST അല്ലെങ്കിൽ IGST എന്ന് കിട്ടുന്ന വരുമാനം സെൻട്രലും സ്റ്റേറ്റുകളും തമ്മിൽ ഡിവൈഡ് ചെയ്ത് പോവാണ് ചെയ്യാറുള്ളത്. സോ ഇതിനകത്ത് ഇത് എത്ര ശതമാനം മാർക്കൊക്കെ ആണെന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മുടെ GST കൗൺസിൽ എന്ന് പറയുന്നത്. GST കൗൺസിൽ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് ആണ് ഈ പറയുന്ന ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന GSTയുടെ ഷെയർ. ഇനി അവസാനത്തത് യൂണിയൻ ലിസ്റ്റിനകത്ത് പറയുന്ന ബാക്കിയുള്ള എല്ലാ ടാക്സസും വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് സർചാർജ് ആൻഡ് സെസ്. ഓക്കെ, അതായത് സർചാർജും സെസ് ഒഴികെ ഈ ബാക്കി യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടാക്സസും ഇൻക്ലൂഡിംഗ് CGST, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അങ്ങനെയുള്ള എല്ലാ ടാക്സസും ഓക്കെ അത് യൂണിയനാണ് ലെവി ചെയ്യുക, യൂണിയനാണ് കളക്ട് ചെയ്യുക. പക്ഷെ അത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് യൂണിയനും സ്റ്റേറ്റിനും ഇടയിലാണ്. ഓക്കെ, സോ ഈ പറയുന്ന അവസാനത്തെ ഈ ഗ്രൂപ്പ് ഓഫ് ടാക്സസിനെയാണ് നമ്മൾ ഡിവിസിബിൾ പൂൾ എന്ന് എക്കണോമിക്സിനകത്ത് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിവിസിബിൾ പൂൾ എന്താണെന്നുള്ളത്. സോ ഈ ഡിവിസിബിൾ പൂളിന്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഷെയറിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആർട്ടിക്കിൾ 280 അനുസരിച്ചുള്ള ഫിനാൻസ് കമ്മീഷൻ വരുന്നത്. സോ ഇതിന്റെ ആൻസർ 1, 2 and 4 ആണ്. സി ആണ് ആൻസർ. ഓക്കെ, സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴികെ ബാക്കിയുള്ള ടാക്സസ് ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ടാക്സസ് ഒക്കെ സെൻട്രലും സ്റ്റേറ്റും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഇനി 19th ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഓക്കെ പറഞ്ഞു സർചാർജ് സെസ് അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സർചാർജും സെസിന്റെയും കേസിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള ഈ ടാക്സസ് ഉണ്ടല്ലോ, യൂണിയൻ ലിസ്റ്റിലെ ടാക്സസിന്റെ പുറത്ത് പാർലമെന്റിന് വേണമെങ്കിൽ സെസ്സോ സർചാർജോ ഇമ്പോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇമ്പോസ് ചെയ്തിട്ടുള്ള സെസ്സും സർചാർജും സ്റ്റേറ്റുകളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമല്ല. ഉദാഹരണത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പുറത്ത്
നമ്മുടെ പാർലമെന്റ് സെസ്സോ അല്ലെങ്കിൽ സർചാർജോ ഇമ്പോസ് ചെയ്ത് വെച്ചു. സോ ആ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് കിട്ടുന്ന വരുമാനം സ്റ്റേറ്റുകൾക്ക് എടുക്കാം, പക്ഷെ അതിന്റെ മുകളിലുള്ള സെസ്സും സർചാർജും സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ആ സെസ്സും സർചാർജും ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, അത് അവർക്ക് മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. ഇനി 19th question, consider the following statements regarding Interstate Water Disputes Act. So first statement, the act was passed by the parliament on the recommendation of Fazal Ali Commission. Second statement, the act explicitly prohibits the jurisdiction of all courts in respect of any water dispute referred to a tribunal. Third statement, it empowers the central government for establishing tribunals for the resolution of interstate water disputes. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ആക്ട് വാസ് പാസ്ഡ് ബൈ ദി പാർലമെന്റ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ഫസൽ അലി കമ്മീഷൻ. കറക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം 1955 ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറയുന്ന ആക്ട് പാസ്സാക്കാം, അല്ലെങ്കിൽ പ്രശ്നമാവുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ഇന്ത്യയിൽ റിവേഴ്സും റിവർ വാട്ടേഴ്സും അതുപോലെ തന്നെ റിവർ ബാങ്ക്സും ഒക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണെങ്കിലും ഈ പറയുന്ന ഇന്റർസ്റ്റേറ്റ് റിവേഴ്സ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. ഓക്കെ, അത് കാരണം സെന്ററിന് കൂടി അതിനകത്ത് സേ ഉണ്ടെന്ന് അർത്ഥം. ഇനി രണ്ടാമത്തത്, ദ ആക്ട് എക്സ്പ്ലിസിറ്റ്ലി പ്രൊഹിബിറ്റ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഓൾ കോർട്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി വാട്ടർ ഡിസ്പ്യൂട്ട്സ് റെഫർഡ് ടു ദി ട്രിബ്യൂണൽ. കറക്റ്റ് ആണ്. അതായത് ഒരു ട്രിബ്യൂണലിന്റെ പരിഗണനയ്ക്ക് വിട്ടിട്ടുള്ള ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഒരു കോടതിക്കും പിന്നീട് പരിശോധിക്കാൻ പറ്റില്ല. അതും കറക്റ്റ് ആണ്. കാരണം ആർട്ടിക്കിൾ 262 അനുസരിച്ചാണ് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് പാർലമെന്റ് 1956 പാസ്സാക്കിയിട്ടുള്ളത്. സോ ഈ ആർട്ടിക്കിൾ 262 തന്നെ പറയുന്നുണ്ട് പാർലമെന്റിന് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഏതൊരു കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ കേർട്ടേൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതനുസരിച്ച് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ടിനകത്ത് പറയുന്നുണ്ട് സുപ്രീം കോടതിക്ക് ഇതിനകത്ത് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനുള്ള ഒരേ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് കാവേരി ട്രിബ്യൂണലിന്റെ വേർഡിക്ട് വന്നതിന് ശേഷം ആ വേർഡിക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സോ അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇത് തന്നെയാണ്, ഇത് ഞങ്ങൾ ഈ ആക്ടിനെ വയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 262 അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയോ അല്ല ചെയ്യുന്നത്. ആ വാട്ടർ ഡിസ്പ്യൂട്ടിനകത്ത് ഞങ്ങൾ ഇടപെടില്ല, ആ ട്രിബ്യൂണലിന്റെ വേർഡിക്റ്റിനകത്തും ഇടപെടില്ല, പക്ഷെ ആ വേർഡിക്റ്റിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇടപെടാമെന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് എംപവേഴ്സ് ദി സെൻട്രൽ ഗവൺമെന്റ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ട്രിബ്യൂണൽ ഫോർ റെസൊല്യൂഷൻ ഓഫ് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രിബ്യൂണൽസിന് അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ഇതിന്റെ ആൻസർ 1, 2 and 3 ആണ്. ഓക്കെ, സോ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ടിനകത്ത് പറയുന്നത് എന്താണ്, ഈ വാട്ടർ ഡിസ്പ്യൂട്ടിനകത്ത് ഇടപെട്ടിട്ടുള്ള പാർട്ടികൾ, ഇപ്പൊ കേരളവും തമിഴ്നാട് കർണാടകയും തമ്മിലാണ് തർക്കം വരുന്നെങ്കിൽ ഈ തർക്കത്തിൽ വന്നിട്ടുള്ള പാർട്ടികളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് റിക്വസ്റ്റ് ചെയ്താൽ ദ സെൻട്രൽ ഗവൺമെന്റ് മേ അപ്പോയിന്റ് എ ട്രിബ്യൂണൽ എന്നാണ് പറയുന്നത്. സോ ഇതിനകത്തുള്ള ഒരു പ്രശ്നം അതാണ്, ഈ പറയുന്ന ട്രിബ്യൂണൽസ് പലപ്പോഴും ഒരുപാട് കാലതാമസം നേരിടാനുള്ള കാരണം അതാണ്. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റുകൾ റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ സെൻട്രൽ ഗവൺമെന്റിന് ട്രിബ്യൂണലിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന് സ്വമേധയാ അത് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമതായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അത് ചെയ്യാതിരിക്കാൻ, കാരണം എന്താ, സെൻട്രൽ ഗവൺമെന്റ് മേ അപ്പോയിന്റ് ട്രിബ്യൂണൽ എന്നാണ് ഈ ആക്ടിനകത്ത് പറയുന്നത്. അത് കാരണം സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് കുറെ കാലം ഡ്രാഗ് ചെയ്യാൻ. അത് കാരണം കൊണ്ടാണ് ഈ ഇന്റർസ്റ്റേറ്റ് വാട്ടർ ട്രിബ്യൂണൽസ് ഇത്രയും കാലം ലേറ്റ് ആവുന്നത് അവരുടെ വേർഡിക്ട് പറയാനെന്നാണ് നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് എവിടെ, കുഞ്ചി കമ്മീഷൻ ആണോ ഇനി അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ആണെന്ന് പറഞ്ഞത്, ഏതൊരു കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഈ പറയുന്ന ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സിനെ കുറിച്ച് ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട്. സോ ഇതിന്റെ ആൻസർ സി ആണ്. പക്ഷെ ഇത് ഒന്നും ഓർത്തിരിക്കുക, കാരണം ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ടിനകത്ത് ഒരു അമെന്റ്മെന്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് കുറച്ചു കാലമായിട്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റ്. സോ അതിന് അമെന്റ്മെന്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 20th ക്വസ്റ്റ്യൻ, അറിയുന്ന ഫോളോയിങ്. ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പൊ അടുത്ത് കാവേരിന്റെ ഇഷ്യൂല് കർണാടക തമിഴ്നാട് ഇഷ്യൂല് സുപ്രീം കോടതിന്റെ ഒരു വെർഡിക്റ്റ് ഇല്ലായിരുന്നു. അപ്പോ അത് ബൈൻഡിങ് ആയിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ എത്തിയത്
ഓക്കെ, അത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, സുപ്രീം കോടതി ആക്ച്വലി ആ കേസിന്റെ വിധി പറഞ്ഞ സമയം, അതിനകത്ത് ഇടപെട്ട സമയത്ത് 2016-17 ആ സമയത്താണ് അത് ഫസ്റ്റ് സുപ്രീം കോടതി അതിനകത്ത് ഇടപെടുന്നത്. സോ അന്ന് സുപ്രീം കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ട്രിബ്യൂണൽ വേർഡിക്റ്റിനകത്തോ ട്രിബ്യൂണലിന്റെ കണ്ടെത്തലുകളിലോ ഞങ്ങൾ ഇടപെടില്ല, പകരം ഈ പറയുന്ന ട്രിബ്യൂണലിന്റെ വേർഡിക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് എടുക്കുള്ളൂ, ആ കാര്യങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഇടപെടുന്നതെന്നാണ് പറഞ്ഞത്. സോ അതായത് ഇൻഡയറക്ട്ലി സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനകത്ത് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ പണ്ട് ഈ പറയുന്ന മേനകാ ഗാന്ധി കേസിനകത്ത് ആർട്ടിക്കിൾ 21-നകത്തുള്ള പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്നുള്ളത് മാറ്റിയിട്ട് നൈസ് ആയിട്ട് അത് ഡ്യൂ പ്രോസസ് ആക്കി മാറ്റിയതുപോലെ പറയാതെ പറഞ്ഞതാണ്, മറ്റൊരു രീതിയിൽ ഇവർ വളച്ചൊടിച്ച് പറഞ്ഞു. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയട്ടോ. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, ഇനി 20th ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അനന്തപൂർ സാഹിബ് ഡിക്ലറേഷൻ, രാജ്മനാർ കമ്മിറ്റി, സർക്കാരിയ കമ്മീഷൻ, വെസ്റ്റ് ബംഗാൾ മെമ്മോറാണ്ടം. സോ ഇതിനകത്ത് ഏതാണോ ആദ്യം വന്നത് ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതിനകത്ത് ഏതാണ് ആദ്യം വന്നത്? അനന്തപൂർ സാഹിബ് ആണോ, രാജ്മനാർ കമ്മിറ്റി ആണോ, സർക്കാരിയ കമ്മീഷൻ ആണോ, വെസ്റ്റ് ബംഗാൾ മെമ്മോറാണ്ടം ആണോ? ഓക്കെ, സോ ഈ പറയുന്ന 4 കാര്യങ്ങളുടെയും കോമണാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങളും നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് രാജമന്നാർ കമ്മിറ്റിയാണ്. രാജമന്നാർ കമ്മിറ്റി 1969 അന്നത്തെ തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന DMK ഗവൺമെന്റ് ആണ് രാജമന്നാർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. 1969 അതാണ് ഫസ്റ്റത്തെ. രണ്ടാമത്തത് ആനന്ദപൂർ സാഹിബ് ഡിക്ലറേഷൻ ആണ്. അത് 1973 അകാലിദളാണ് ഈ പഞ്ചാബിൽ ഭരിക്കുന്ന സമയത്ത് ഈ പറയുന്ന അനന്തപൂർ സാഹിബ് ഡിക്ലറേഷൻ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അതും വരുന്നത്. മൂന്നാമത് വരുന്നത് വെസ്റ്റ് ബംഗാൾ മെമ്മോറാണ്ടം ആണ്. വെസ്റ്റ് ബംഗാൾ മെമ്മോറാണ്ടം വരുന്നത് 1977 അതായത് വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ഇറക്കിയിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ആണത്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനകത്ത് സ്റ്റേറ്റുകൾക്ക് കുറച്ചും കൂടി അധികാരങ്ങൾ കിട്ടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഈ 3 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെൻട്രലിന്റെ അധികാരങ്ങൾ കുറക്കണം. ഓക്കെ, ഏറ്റവും അവസാനം വന്നിട്ടുള്ള സാധനമാണ് സർക്കാരിയ കമ്മീഷൻ 1983-87 ടൈമില്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ 2143 ആണ്. ഓക്കെ, ബി ആണ് ആൻസർ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട അവസാനം വന്നിട്ടുള്ള കമ്മീഷനാണ് 2007 വന്നിട്ടുള്ള മദൻ മോഹൻ കുഞ്ചിയുടെ നേതൃത്വത്തിലുള്ള കുഞ്ചി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി 21st ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ. ഇന്റർസ്റ്റേറ്റ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കാം. ഇറ്റ്സ് എ പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് സർക്കാരിയ കമ്മീഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇറ്റ്സ് എ പെർമനന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. തെറ്റാണ്, ഇതൊരു അഡ്ഹോക് ബോഡിയാണ്. പ്രസിഡന്റ് തോന്നുന്ന സമയത്ത് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡിയാണ്, ഇതൊരു പെർമനന്റ് ബോഡി അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് സർക്കാരിയ കമ്മീഷൻ. ശരിയാണോ? സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ 1990 അന്ന് VP സിംഗ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി 22nd ക്വസ്റ്റ്യൻ, ദ രാജമന്നാർ കമ്മിറ്റി വാസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്, റിഫോംസ് ഇൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, നൺ ഓഫ് ദി അബവ്. സോ ഇതിന്റെ ആൻസർ ഡി ആണ്. നമ്മൾ രാജമന്നാർ കമ്മിറ്റിയുടെ കാര്യം ഓൾറെഡി പറഞ്ഞതാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാജമന്നാർ കമ്മിറ്റി വരുന്നത്. സോ ഡി ആണ് ആൻസർ. ഇനി 23rd ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. For the parliament to make laws in state history, a resolution must be passed by the parliament with a special majority. Second statement, the state legislature have no power to amend or repeal such laws enacted by the parliament. So ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the above statements is correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So first statement, for the parliament to make laws in state history, a resolution must be passed by the parliament with a special majority. ശരിയാണോ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് എന്തുകൊണ്ട് തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ പെടുന്ന സബ്ജക്റ്റുകൾ നിയമം നിർമ്മിക്കണമെങ്കിൽ 5 മാർഗങ്ങളുണ്ട്. ഓക്കെ, 5 സാഹചര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. എമർജൻസി, പ്രസിഡൻസ് റൂൾ ഉള്ള സമയത്ത്, ഇന്റർനാഷണൽ ട്രീറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അതിലധികമോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആവശ്യപ്പെട്ടാൽ, അവസാനമായിട്ട് രാജ്യസഭ അവരുടെ പ്രസന്റ് ആൻഡ് വോട്ടിംഗിന്റെ 2/3 മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ.
സോ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റാണെന്ന് വെച്ചിട്ട് നമ്മൾ ഈ അഞ്ചാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാജ്യസഭ സ്പെഷ്യൽ മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് കാരണം കൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്ന്, പാർലമെന്റ് എൻറ്റയർ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട കാര്യമില്ല, രാജ്യസഭ മാത്രം പാസ്സാക്കിയാൽ മതി. രണ്ടാമതായിട്ട് തെറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യസഭയാണെങ്കിൽ പോലും രാജ്യസഭ അത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കേണ്ട കാര്യമില്ല. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മെജോറിറ്റി ആണ്. രണ്ട് കാര്യം പറഞ്ഞത് വരും. ഒന്ന്, പ്രസന്റ് ആൻഡ് വോട്ടിംഗിന്റെ 2/3 മെജോറിറ്റി പ്ലസ് ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മോർ ദാൻ 50% ഓഫ് ദി വോട്ട്സ്. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? രാജ്യസഭ പ്രസന്റ് ആൻഡ് വോട്ടിംഗിന്റെ 2/3 മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നില്ല. അത് കാരണം സ്പെഷ്യൽ മെജോറിറ്റിയിലല്ല രാജ്യസഭയാണെങ്കിലും ഈ റെസൊല്യൂഷൻ പാസ്സാക്കി. അത് കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Second statement, the state legislature have no power to amend or repeal such a law enacted by the parliament. ശരിയാണോ? ഇങ്ങനെ രാജ്യസഭ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം അമെൻഡ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പവർ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ശരിയാണ്, പാർലമെന്റ് ഈ തരത്തിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം ഒരിക്കലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് റിപ്പീൽ ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാനും പറ്റില്ല. ഇങ്ങനെ രാജ്യസഭ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന പാർലമെന്ററി ലോസ് ആക്ച്വലി ആ റെസൊല്യൂഷന്റെ കാലാവധി 1 ഇയർ ആണ്. ആ റെസൊല്യൂഷന്റെ കാലാവധി കഴിഞ്ഞ് 6 മന്ത്സ് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആയി പോകും. ഓക്കെ, അതേപോലെ തന്നെ പാർലമെന്റ് രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും അതേപോലത്തെ റെസൊല്യൂഷൻസ് പാസ്സാക്കിക്കൊണ്ട് 1 ഇയർ ആയിട്ട് ടൈം വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ലോസിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബി ആണ് ആൻസർ. The 24th question, which of the following is or are the reasons behind the federal character of the Indian Constitution? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ക്യാരക്ടർ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ is elected by the members of parliament and state legislature. Second statement, division of power between union and states. Third statement, the state governors are appointed by the president and they serve at the pleasure of the president. So first statement, the president of India is elected by the members of parliament and state legislature. അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫെഡറൽ ക്യാരക്ടർ കാണിക്കുന്ന ഒരു സാധനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതാണ് കാരണം, സ്റ്റേറ്റുകൾ കൂടി പാർട്ടിസിപ്പേഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ ഇലക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, അതായത് യൂണിയനും സ്റ്റേറ്റ്സിനും ഇടയിലുള്ള ഡിവിഷൻ ഓഫ് പവർ, അതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ ക്യാരക്ടറിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. കാരണം ഇന്ത്യൻ ഈ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ക്യാരക്ടർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഈ പറയുന്ന സാധനം. അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡിവിഷൻ ഓഫ് പവറിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഭാഗത്തും എസ്പെഷ്യലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിനകത്ത് കൃത്യമായിട്ട് സെൻട്രലിനും സ്റ്റേറ്റുകൾക്കുള്ള പവേഴ്സ് എന്തൊക്കെ സബ്ജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണുള്ളതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ് ഗവർണേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ആൻഡ് ദേ സെർവ് അറ്റ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇത് തെറ്റാണ്. കാരണം ഇതൊരു ഫെഡറൽ ക്യാരക്ടറിനുള്ള എക്സാമ്പിൾ അല്ല, പകരം ഇതൊരു യൂണിറ്ററി ഫീച്ചർ ആണ്. ഓക്കെ, സോ ആൻസർ 1 and 2 ഉള്ളിയാണ്, ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 25th ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓൺലി പാർലമെന്റ് ഈസ് ഓതറൈസ്ഡ് ടു മേക്ക് എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻസ്. Second statement, the president can delegate powers of the union to the states without the approval of the states. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓൺലി പാർലമെന്റ് ഈസ് ഓതറൈസ്ഡ് ടു മേക്ക് എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻ. ഇത് കറക്റ്റ് ആണ്. പാർലമെന്റിന് മാത്രമേ എക്സ്ട്രാ ടെറിട്ടോറിയൽ ലെജിസ്ലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരമുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പാർലമെന്റിന് മാത്രമേ എക്സ്ട്രാ ടെറിട്ടോറിയൽ നേച്ചറുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റും. എക്സ്ട്രാ ടെറിട്ടോറിയൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പുറത്തുള്ള ഇന്ത്യക്കാരെയും ഇന്ത്യയുടെ പുറത്തുള്ള ഇന്ത്യക്കാരുടെ ആസ്തികളൊക്കെ ബാധിക്കുന്ന രീതിയിലും പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ലോസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ലോയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസിനകത്ത് മാത്രമേ അങ്ങനെയുള്ള നിയമങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടാവും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പ്രസിഡന്റ് ക്യാൻ ഡെലിഗേറ്റ് പവേഴ്സ് ഓഫ് ദി യൂണിയൻ ടു ദി സ്റ്റേറ്റ്സ് വിതൗട്ട് ദി അപ്രൂവൽ ഓഫ് ദി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് തെറ്റാണ്. അതായത് പ്രസിഡന്റിന്
യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് സ്റ്റേറ്റുകൾക്ക് കൺഫർ ചെയ്ത് കൊടുക്കാനുള്ള ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെങ്കിലും പ്രസിഡന്റ് അത് സ്റ്റേറ്റ് ഗവർണേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇന്ന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ സ്റ്റേറ്റുകൾക്കും ചെയ്യാം. സ്റ്റേറ്റുകളുടെ ഡ്യൂട്ടീസോ അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ പവേഴ്സോ ഒക്കെ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് ഗവർണൻസിന് പ്രസിഡന്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം സെന്ററിന് ആ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ അതൊരിക്കലും സ്റ്റേറ്റുകളുടെ അപ്രൂവൽ ഇല്ലാതെ നേരത്തെ പറഞ്ഞപ്പോൾ പ്രസിഡന്റിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്റ്റേറ്റുകളുടെ അപ്രൂവൽ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ പാർലമെന്റ് ആണ്. പാർലമെന്റ് ചെയ്യാൻ പറ്റും. സെന്ററിന്റെ ഏതൊരു എക്സിക്യൂട്ടീവ് പവേഴ്സും സ്റ്റേറ്റുകൾക്ക് ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ട് സ്റ്റേറ്റുകളുടെ അപ്രൂവൽ ഇല്ലാതെ തന്നെ സ്റ്റേറ്റുകൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ പ്രസിഡന്റ് ആണ് ഡെലിഗേഷൻ ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റുകളുടെ അപ്രൂവൽ ആവശ്യമാണ്. പാർലമെന്റ് ആണെങ്കിൽ അത് വേണ്ട. അത് കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇതിന്റെ ആൻസർ എ ആണ്, മണ്ണോളി. ഇനി 26th ക്വസ്റ്റ്യൻ, the Prime Minister of India at the time of his appointment need not necessarily a member of one of the House of Parliament but must become a member of one of the House of Parliament within 6 months. Second statement, need not necessarily a member of one of the House of Parliament but must become a member of Lok Sabha within 6 months. Third statement, must be a member of one of the House of the Parliament. Fourth statement, must be a member of Lok Sabha. സോ ഇതിനകത്ത് പ്രൈം മിനിസ്റ്റർ ഒരാൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറുന്ന സമയത്ത് പറയുന്ന കണ്ടീഷൻ ആയിട്ട് പറയുന്നത് എ ആണ്, ഫസ്റ്റത്തെയാണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഒരാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്ററി മെമ്പർ ആയിരിക്കുന്നത് നിർബന്ധമില്ല. പക്ഷേ വിത്തിൻ 6 monthsനകത്ത് അദ്ദേഹം പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലെ മെമ്പർ ആയിരിക്കണം. സോ 26ന്റെ ആൻസർ എ ആണ്. ഇനി 27th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? First statement, the judge of the High Court of a state in India are appointed by the governor of the state, just as the judges of the Supreme Court are appointed by the president. Second statement, the procedure has been laid down in the Constitution of India for the removal of the governor from his post. Third statement, in the case of union territory having a legislative setup, the chief minister is appointed by the lieutenant governor on the basis of majority support. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the judges of the High Court of the state in India are appointed by the governor of the states, just as the judges of the Supreme Court are appointed by the president എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഹൈക്കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ അല്ല, പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, സോ അത് കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Second statement, no procedure has been laid down in the Constitution of India for the removal of governor from his or her office. അത് കറക്റ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിക്കലും ഗവർണറെ എന്ത് കാരണം കൊണ്ട് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് റിമൂവ് ചെയ്തതെന്ന് പറയുന്നില്ല. ജസ്റ്റ് ഇത്രയും പറയുന്നുള്ളൂ, ഗവർണർ ഹോൾഡ് ഹിസ് ഓഫീസ് അറ്റ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Third statement, in case of a union territory having legislative setup, the chief minister is appointed by the lieutenant governor on the basis of majority support. So third statement തെറ്റാണ്. കാരണം യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ ഇപ്പൊ നമ്മുടെ ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീരിനൊക്കെയാണ് ലെജിസ്ലേറ്റീവ് സെറ്റപ്പ്. സോ അങ്ങനെയുള്ള കേസുകളിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ലഫ്റ്റനന്റ് ഗവർണർ അല്ല, പകരം പ്രസിഡന്റ് ആണ്. കാരണം യൂണിയൻ ടെറിട്ടറീസിന്റെ റൂളർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നതും ചീഫ് മിനിസ്റ്റർ റിമൂവ് ചെയ്യുന്നതും അവരുടെ രാജ്യത്ത് സ്വീകരിക്കുന്നതും ഒക്കെ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അത് നേരിട്ട് ചെയ്യണമെന്നില്ല, മേ ബി ത്രൂ ഈ പറയുന്ന ലഫ്റ്റനന്റ് ഗവർണറിലൂടെ ആയിരിക്കാം. പക്ഷെ അത് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്, ലഫ്റ്റനന്റ് ഗവർണർക്കല്ല. സോ പിന്നെ 2 ഓൺലി ആണ്, ബി ആണ്. ഇനി 28th ക്വസ്റ്റ്യൻ, which of the following are the discretionary powers given to the governor of a state? State governor കൊടുത്തിട്ടുള്ള discretionary powers ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. First statement, sending a report to the President of India for imposing President's rule. Second statement, passed by the state legislature for the consultation of the President of India. Fourth statement, making the rules to conduct business of the state government. സോ അതിനകത്ത് ഗവർണറുടെ ഡിസ്ക്രിഷണറി പവേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റത്തെ കാര്യം, അതായത് സെൻഡിങ് ദ റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഇമ്പോസിംഗ് പ്രസിഡൻസ് റൂൾ, അത് ആക്ച്വലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം അത് ഗവർണറുടെ ഒരു ഡിസ്ക്രിഷണറി പവർ ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് മിനിസ്റ്റേഴ്സ്,
അത് ഗവർണറുടെ ഡിസ്ക്രിഷണറി പവർ ആണ്. തെറ്റാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഗവർണറുടെ ഡിസ്ക്രിഷണറി പവർ അല്ല. ഗവർണർക്ക് ഇഷ്ടമുള്ളവരെ എന്താണ് മിനിസ്റ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ പോലും ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെജോറിറ്റി ഉള്ള ഒരാൾ മാത്രമേ ഗവർണർക്ക് ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നേരത്തെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞ ഒരു പ്രീപോൾ അലയൻസിനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പാർട്ടിക്കോ മെജോറിറ്റി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആരെ ഗവർണർ ആക്കണമെന്ന് ആരെ ചീഫ് മിനിസ്റ്റർ ആക്കണമെന്ന് ഗവർണർക്ക് തൽക്കാലത്തേക്ക് തീരുമാനിക്കാം. ഇനി മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന കേസിലാണല്ലോ ചീഫ് മിനിസ്റ്റർ കൊടുക്കുന്ന ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് റിസർവിംഗ് സർട്ടൻ ബിൽസ് പാസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ ദി കൺസിഡറേഷൻ ഓഫ് ദി പ്രസിഡന്റ്. അതൊരു ഡിസ്ക്രിഷണറി പവർ ആണ്. അത് കറക്റ്റ് ആണ്. അതൊരു ഡിസ്ക്രിഷണറി പവർ ആണ്. ഏതൊക്കെ ബില്ലുകൾ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യണമെന്നുള്ളത്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് മേക്കിംഗ് ദ റൂൾസ് ടു കണ്ടക്ട് ബിസിനസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ബിസിനസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് മേക്ക് ചെയ്യാം. അത് ഡിസ്ക്രിഷണറി പവർ അല്ല. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗവർണർക്ക് ചെയ്യാൻ പറ്റൂ. സോ ആൻസർ 1 and 3 ആണ്. ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ദി റീസൺസ് ബിഹൈൻഡ് ദി ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. Okay, അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. No civil proceedings shall be instituted against the governor of a state in any court during his term of office. Second statement, the emoluments and allowances of the governor of a state shall not be diminished during his term of office. So ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. So first statement, no civil proceedings shall be instituted against the governor of a state in any court during his term of office. അത് ഗവർണർ ഓഫീസ് ഹോൾഡർ ആയിട്ടിരിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള സിവിൽ പ്രൊസീഡിങ്സും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കോടതിയിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. സിവിൽ പ്രൊസീഡിങ്സ് പറ്റും. ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, 2 months പ്രയർ നോട്ടീസ് കൊടുത്തിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ emoluments and allowances of the governor of a state shall not be diminished during his term of office. അതായത് ഗവർണറുടെ emolumentsഉം allowances ഒരിക്കലും അദ്ദേഹത്തിന്റെ ടേം ഓഫ് ഓഫീസിന്റെ സമയത്ത് ഡിമിനിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് ശരിയാണ്. അദ്ദേഹത്തിന് വൺസ് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർവീസ് കണ്ടീഷൻസ് ഒരിക്കലും അദ്ദേഹത്തിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന രീതിയിൽ മാറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ബി ആണ് ആൻസർ. 2 only ആണ്. ഇനി 13th ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ exercise his power as provided under Article 356 of the Constitution in respect of a particular state, then the assembly of the state is automatically dissolved. The powers of the legislature of the state shall be exercised by or under the authority of the parliament. See Article 19 suspended in the state. D, president can make laws relating to the state. അതായത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ ആർട്ടിക്കിൾ 356 അനുസരിച്ചിട്ടുള്ള അധികാരം പ്രസിഡന്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് പ്രസിഡന്റ് റൂൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ്, ദ അസംബ്ലി ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ്ഡ്. തെറ്റാണോ ശരിയാണോ? ഇത് തെറ്റാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാനുള്ള റീസൺ തന്നെ എന്ന് പറയുന്നത് ഇത് കുറച്ചാലും മുമ്പ് ഒരു 2017 or 18 കൃത്യമായിട്ട് വർഷം എനിക്ക് ഓർമ്മയില്ല, UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്ഷൻസ് ഈ രീതിയിലായിരുന്നില്ല, പക്ഷെ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തിരിക്കുക, ഒരു സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇല്ലാതാകുന്ന ഒരേ ഒരു ടീം എന്ന് പറയുന്നത് അവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മാത്രമാണ്. അസംബ്ലിനെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്ത് നിർത്തും. പാർലമെന്ററി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, അത് പാർലമെന്ററി പ്രസിഡൻസ് റൂൾ ഡിക്ലെയർ ചെയ്തതിനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ അസംബ്ലിനെ വേണമെങ്കിൽ ഡിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സസ്പെൻഷനിൽ തന്നെ വെക്കാം. ഓക്കെ, അസംബ്ലി ഫംഗ്ഷനിങ് ആയിരിക്കില്ല, ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യപ്പെടും, ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആവില്ല. ഓക്കെ, സോ അത് കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ പവേഴ്സ് ഓഫ് ദി ലെജിസ്ലേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് ഷാൽ ബി എക്സസൈസ്ഡ് ബൈ ഓർ അണ്ടർ ദി അതോറിറ്റി ഓഫ് ദി പാർലമെന്റ്. അതായത് ഒരു സംസ്ഥാനത്തിൽ പ്രസിഡൻസ് റൂൾ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തിലെ ലെജിസ്ലേച്ചറിന്റെ അധികാരം പാർലമെന്റിന് കിട്ടും, അല്ലെങ്കിൽ പാർലമെന്റ് പറയുന്ന ആൾക്ക് കിട്ടും എന്ന് പറയുന്നത് ശരിയാണ്. അതായത് ഒരു സംസ്ഥാനത്തിൽ പ്രസിഡൻസ് റൂൾ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ ലെജിസ്ലേച്ചർ ആയിട്ട് ഫോർ ദാറ്റ് പീരിയഡ് ഓഫ് ടൈം, അതായത് പ്രസിഡൻസ് റൂൾ നിലവിലുള്ളിടത്തോളം കാലം ഫംഗ്ഷൻ ചെയ്യുക പാർലമെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് ഒക്കെ ഒന്ന് ഓർത്താൽ മതി. അതൊക്കെ നടപ്പിലാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ആ ആക്ട് പാസ്സാക്കാൻ പറ്റിയത് ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രസിഡൻസ് റൂൾ നിലവിലുള്ളതുകൊണ്ടാണ്. ഓക്കെ, so in the third statement, Article 19 is suspended in the state. Article 19 സ്റ്റേറ്റിനകത്ത് സസ്പെൻഡ് ചെയ്യപ്പെടും. കറക്റ്റ് ആണ്? തെറ്റാണ്.
ഫണ്ടമെന്റൽ റൈറ്റിനെ ഒരു തരത്തിലും പ്രസിഡൻസ് റൂൾ ബാധിക്കില്ല. ഓക്കെ, ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിനെ എൻഫോഴ്സിബിലിറ്റി സസ്പെൻഡ് ചെയ്യപ്പെടുക നാഷണൽ എമർജൻസി നിലവിലുള്ള സമയത്ത് മാത്രമാണ്, 352 ഉള്ള സമയത്ത് മാത്രമാണ്. സോ അത് കാരണം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ദ പ്രസിഡന്റ് ക്യാൻ മേക്ക് ലോസ് റിലേറ്റിംഗ് ടു ദി സ്റ്റേറ്റ്, അതും തെറ്റാണ്. പാർലമെന്റിന്റെ അധികാരം ഉണ്ടെങ്കിൽ പാർലമെന്റ് പവർ കൊടുത്താൽ മാത്രമേ പ്രസിഡന്റ് അക്കാര്യം ചെയ്യാൻ പറ്റൂ. സോ ഇതിനകത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ദ പവേഴ്സ് ഓഫ് ദി ലെജിസ്ലേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് ഷാൽ ബി എക്സസൈസ്ഡ് ബൈ ഓർ അണ്ടർ ദി അതോറിറ്റി ഓഫ് ദി ഓർഡിനൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർഡിനൻസ് മേക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ പെർമനന്റ് ലോസ് മേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതിനകത്ത് അതും ഒരുതരം ലോ ആണ്. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UPSC പ്രിലിംസ് ഒക്കെ എഴുതാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാം എഴുതാൻ പോകുന്ന സമയത്തും അതിനകത്ത് ഇതിനുള്ള കുറച്ച് ഡയറക്ഷൻസ് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് അവർ പറയാ ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്നാ പറയാ. സോ ദാറ്റ് മീൻസ് നിങ്ങൾ അതുകൊണ്ടാണ് UPSCയുടെ പ്രിലിംസ് എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് ചില ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഇതേപോലെ കൺഫ്യൂഷൻ വരും, ഈ രണ്ട് ഉത്തരവും ശരിയല്ലേ എന്ന് തോന്നും. സോ അപ്പൊ അതിനകത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നടത്തിയതിന്റെ പണ്ട് പലപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് വരെ വന്നിട്ടുണ്ട് UPSCക്കെതിരായിട്ട്. സോ അപ്പോ ഇങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ദ മോസ്റ്റ് എന്താണ് ഇതായിട്ടുള്ള ആൻസർ ഏതാണ്, മോസ്റ്റ് കറക്റ്റ് ആൻസർ ഏതാണോ അത് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിയും ഡിയും കറക്റ്റ് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഒരു പരിധി വരെ കറക്റ്റ് ആണ്. കാരണം ഓർഡിനൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓർഡിനൻസ് ഒരു ടൈപ്പ് ഓഫ് ലോ തന്നെയാണ്. അത് ടെമ്പററി ലോ ആണെങ്കിലും അത് ലോ തന്നെയാണ്. ഓക്കെ, പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആണ്. സോ അപ്പൊ ബി ആണ് എന്റെ ആൻസർ. ഓക്കെ, ഇനി 20 following statements. Only Parliament is authorized to make extraterritorial legislation. Sorry. Okay. In the question, the Parliament can make any law for whole or any part of India implementing international treaties. അതായത് ഇന്റർനാഷണൽ ട്രീറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, അത് എന്ത് നിയമങ്ങളാണെങ്കിലും ഇപ്പൊ ഈവൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളുടെ നിയമങ്ങളാണെങ്കിലും അത് എന്താണ് വേണ്ടതെന്നാണ് ചോദിച്ചിട്ടുണ്ട്. വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, വിതൗട്ട് ദ കൺസെന്റ് ഓഫ് എനി സ്റ്റേറ്റ്സ്, വിത്ത് ദ കൺസെന്റ് ഓഫ് മോർ ദാൻ 50% ഓഫ് ദി സ്റ്റേറ്റ്സ്, വിത്ത് ദി കൺസെന്റ് ഓഫ് ദി സുപ്രീം കോർട്ട്. സോ പിന്നെ ആൻസർ ബി ആണ്, വിതൗട്ട് ദി കൺസെന്റ് ഓഫ് എനി സ്റ്റേറ്റ്സ് ആണ്. ഒരു സ്റ്റേറ്റിന്റെയും കൺസെന്റ് ഇല്ലാതെ ഇന്റർനാഷണൽ ട്രീറ്റീസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് നിയമം നിർമ്മിക്കാം. ഓക്കെ, ബി ആണ് ആൻസർ. ഇനി 32nd ക്വസ്റ്റ്യൻ, which of the following statements regarding പറഞ്ഞു സർ അത് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞത്? അതെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് അറിയുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പാർലമെന്റിന് നിയമം നിർമ്മിക്കേണ്ടതെങ്കിൽ അതിന് ആരുടെയും പെർമിഷന്റെ കാര്യമല്ല. പക്ഷെ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്റർനാഷണൽ ട്രീറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകൾ പാർലമെന്റ് നിയമം നിർമ്മിക്കാൻ പറ്റുന്ന 5 സാഹചര്യങ്ങളിൽ ഒന്നതാണ്. ഒന്ന് നാഷണൽ എമർജൻസി ഉള്ളപ്പോഴാണ്. നാഷണൽ എമർജൻസി ഉള്ളപ്പോൾ പാർലമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ പെടുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകൾ നിർമ്മിച്ചിട്ടുള്ള നിയമം നാഷണൽ എമർജൻസി വിഡ്രോ ചെയ്ത് 6 months കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആയി പോകും. രണ്ടാമത്തത് പ്രസിഡൻസ് റൂൾ നിലവിലുള്ള സമയത്താണ്. പ്രസിഡൻസ് റൂൾ നിലവിലുള്ള സമയത്ത് പാർലമെന്റ് പാസ്സാക്കുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളിലുള്ള നിയമങ്ങൾ പ്രസിഡൻസ് റൂൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തിരിച്ചു വരുമ്പോൾ ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് വേണമെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങൾ റിപ്പീൽ ചെയ്യുകയോ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യുകയോ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവില്ല, പക്ഷെ വേണമെങ്കിൽ ആ സ്റ്റേറ്റിന് അത് മാറ്റാം. ഓക്കെ, മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന, അതായത് നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാജ്യസഭ പ്രസന്റ് ആൻഡ് വോട്ടിംഗിന്റെ 2/3 മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ അപ്പോഴും സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകൾ പാർലമെന്റ് നിയമം നിർമ്മിക്കാം. പക്ഷെ അങ്ങനെയുള്ള നിയമങ്ങൾ ഈ പറയുന്ന രാജ്യസഭ റെസൊല്യൂഷന്റെ വാലിഡിറ്റി അവസാനിച്ച് 6 മാസം കഴിയുമ്പോൾ അതും ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആയിരിക്കും. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് 2 അതിലധികമോ സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പാർലമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകൾ നിയമം നിർമ്മിക്കാം. അങ്ങനെയുള്ള നിയമങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ടത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമായിരിക്കും. പക്ഷെ പിന്നീട് ഏത് സംസ്ഥാനത്തിന് വേണമെങ്കിലും സിമിലർ ആയിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ആ നിയമം അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സം കൈൻഡ് ഓഫ് അബ്ഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ആണ്. നമ്മുടെ സ്റ്റേറ്റുകളുടെ റൈറ്റ് ആ സ്റ്റേറ്റുകൾ ഇതിനെ വേണ്ടാന്ന് വെക്കുന്നതാണ്. കാരണം പാർലമെന്റ് ഇങ്ങനെ സ്റ്റേറ്റുകളുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റിൽ ഒരു ലോ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്കകത്ത് പിന്നീട് മാറ്റം വരുത്താനൊക്കെ ഉള്ള അധികാരം പാർലമെന്റിന് മാത്രമായിരിക്കും. അത് കാരണം ഇത് അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇനി 5th കേസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രീറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്റർനാഷണൽ ട്രീറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഏത് സബ്ജക്റ്റിലും പാർലമെന്റിന്
നിയമം നിർമ്മിക്കാം. അങ്ങനെയുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ഒരു സംസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ ഒരു ബോഡിയുടെയും പ്രയർ പെർമിഷൻ വാങ്ങിക്കേണ്ട കാര്യമല്ല. അങ്ങനെയുള്ള നിയമങ്ങൾ പെർമനന്റ് ആയിരിക്കും. അതിനൊരിക്കലും സൺസെറ്റ് ക്ലോസ് ഉണ്ടാവില്ല. അതാണ് ഈ പറയുന്ന ക്വസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം. അതായത് സ്റ്റേറ്റുകളുടെ കൺസെന്റ് ഇല്ലാതെ ഇന്റർനാഷണൽ ട്രീറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതിന്റെ ബി ആണ് ആൻസർ. സോ അജനാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, സോ ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞോളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിയർ ആയി സർ. ഓക്കെ, ഇനി 32nd ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഈസ് ഓർ ആർ കറക്റ്റ്? The all states have equal representation in Rajya Sabha. Second statement, states cannot question the actions of the union. For the third statement, the consent of the state is not required for altering its boundaries. അതായത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തത്, all states have equal representation in രാജ്യസഭ. കറക്റ്റ് ആണ്. ഇന്ത്യൻ ഫെഡറലിസം അങ്ങനെയാണ്, എല്ലാ സ്റ്റേറ്റുകൾക്കും രാജ്യസഭയിൽ ഈക്വൽ റെപ്രസെന്റേഷൻ ആണുള്ളത്. ഓക്കെ, തെറ്റാണ്. അതായത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾക്ക് രാജ്യസഭ റെപ്രസെന്റേഷൻ കിട്ടുന്നത് ആ സ്റ്റേറ്റുകളുടെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉത്തർപ്രദേശിന് 31 സീറ്റുകൾ രാജ്യസഭയിലുള്ളത്, കേരളത്തിന് 9 സീറ്റുകൾ മാത്രമുള്ളത്. പക്ഷേ US പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന അപ്പർ ഹൗസിൽ, അതായത് സ്റ്റേറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന കൂടിക്കാത്ത എല്ലാ സ്റ്റേറ്റുകൾക്കും ഈക്വൽ റെപ്രസെന്റേഷൻ ആണുള്ളത്. അതുകൊണ്ടാണ് US സെനറ്റിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും 2 മെമ്പേഴ്സ് ഇതാണ് ഉള്ളത്. ഓക്കെ, ഇന്ത്യയിൽ പക്ഷെ അങ്ങനെയല്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റേറ്റ്സ് കാനോട്ട് ക്വസ്റ്റ്യൻ ദി ആക്ഷൻസ് ഓഫ് ദി യൂണിയൻ. ശരിയാണോ? യൂണിയന്റെ ആക്ഷൻസ് സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഇത് തെറ്റാണ്. കാരണം നമ്മുടെ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ തന്നെ ഇതാണ്. അതായത് സെൻട്രലിനും സ്റ്റേറ്റുകൾക്ക് ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തീർക്കലാണ് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അതായത് സെൻട്രൽ എടുക്കുന്ന അല്ലെങ്കിൽ യൂണിയൻ എടുക്കുന്ന നടപടികൾ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും. അതാണ് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിന്റെ കേസിലൊക്കെ നമ്മുടെ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, കൺസെന്റ് ഓഫ് എ സ്റ്റേറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഓൾട്ടറിംഗ് ദി ബൗണ്ടറീസ്. അതായത് സ്റ്റേറ്റുകളുടെ ബൗണ്ടറീസ് ആൾട്ടർ ചെയ്യണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ കൺസെന്റിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. കാരണം ആർട്ടിക്കിൾ 3 അനുസരിച്ചാണ് ഈ കാര്യം ചെയ്യുന്നത്. അത് ആ സംസ്ഥാനങ്ങളെ അറിയിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ സംസ്ഥാനങ്ങളെ ഇക്കാര്യം അറിയിച്ചിരിക്കണം. സംസ്ഥാനങ്ങൾക്ക് അവരുടെ റിപ്ലൈ പറയാം അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ പറയാം. പക്ഷെ ആ ഒപ്പീനിയൻ ഒരിക്കലും ബൈൻഡിങ് അല്ല. ഓക്കെ, സോ ഇതിന്റെ ആൻസർ 3 ഓൺലി ആണ്. ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ്? പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ക്യാരക്ടർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, പ്രസിഡന്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ലെജിസ്ലേച്ചർ. ബി, പ്രസിഡന്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ലെജിസ്ലേച്ചർ. സി, പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഡി, ഡയറക്റ്റ് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ബൈ ദി പീപ്പിൾ. സോ ഇതിനകത്ത് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ക്യാരക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, എ ആണ് ആൻസർ. ഇതിനകത്ത് ബി തെറ്റാണ്. കാരണം പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിന് മിക്കവാറും ഉണ്ടാകാറുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടാകും. ഇപ്പൊ യുഎസിന്റെ പോലെ, അതായത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഒരിക്കലും പ്രസിഡന്റ് ലെജിസ്ലേച്ചറിന്റെ ഭാഗമാകില്ല. ഓക്കെ, അത് കാരണം എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പ്രസിഡന്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ദി ലെജിസ്ലേച്ചർ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഒരു ഫീച്ചർ ആണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി എന്താണ് പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് ബോഡിയുടെ റെസ്പോൺസിബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ലോക്സഭയുടെ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണെന്ന് പറയുന്നത്. ഇനി അവസാനത്തത്, ഡയറക്റ്റ് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ബൈ ദി പീപ്പിൾ. അത് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു ഫീച്ചർ ആയിരിക്കണം ഒരു നിർബന്ധമല്ല. ഫോർ എക്സാമ്പിൾ US എടുത്താൽ മതി. US പ്രസിഡന്റിനെ ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അല്ല ഇലക്ട് ചെയ്യുന്നത്, പകരം ജനങ്ങൾ ഒരു ഇലക്ടറൽ കോളേജിന് ഇലക്ട് ചെയ്യും. ആ ഇലക്ടറൽ കോളേജ് ആണ് US പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. സോ എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു ദി പവർ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓഫ് ഗ്രാൻഡ് പാർഡൺ ഈസ് നോട്ട് കറക്റ്റ്? അതായത് പ്രസിഡന്റ് പാർഡിംഗ് പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദി പ്രസിഡന്റ് ഹാസ് ദി പവർ ടു ഗ്രാൻഡ് പാർഡൺ പണിഷ്മെന്റ് ഓർ സെന്റൻസ് ഈസ് ബൈ കോർട്ട് മാർഷൽ. അതായത് കോർട്ട് മാർഷലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പണിഷ്മെന്റ് പാർഡൺ ചെയ്യാൻ പ്രസിഡന്റ് അധികാരം. സോ അത് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദി പ്രസിഡന്റ് ക്യാൻ ഗ്രാന്റ് പാർഡൺ ഇൻ ഓൾ കേസസ് വിത്ത് സെന്റൻസ് ഓഫ് ഡെത്ത്. വധശിക്ഷയുടെ കേസുകൾ ഏത് കേസിലും പ്രസിഡന്റ് പാർഡണിംഗ് പവർ യൂസ് ചെയ്യാൻ പറ്റും. തേർഡ് സ്റ്റേറ്റ്മെന്റ്,
The court's powers of judicial review is very limited in relation to the decision of the president on mercy petition. The mercy petition ഈ പറയുന്ന പ്രസിഡന്റിന് കൊടുക്കുന്ന ദയാഹർജിയുടെ കേസിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളുടെ പുറത്ത് കോടതികൾക്കുള്ള ജുഡീഷ്യൽ റിവ്യൂ പവേഴ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ശരിയാണോ തെറ്റാണോ? ഓക്കെ, ഇത് ശരിയാണ്. അതായത് പ്രസിഡന്റിന്റെ അടുത്ത് വന്നിട്ടുള്ള ഈ പറയുന്ന മെർസി പെറ്റീഷൻസിന്റെ കേസിൽ പ്രസിഡന്റ് എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ജുഡീഷ്യറിക്ക് ആ കാര്യം, അതായത് പ്രസിഡന്റ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വളരെ ലിമിറ്റഡ് സ്കെയിലിൽ മാത്രമേ പരിശോധിക്കാൻ പറ്റൂ. ജുഡീഷ്യറിക്ക് ഒരേ ഒരു കാര്യത്തിന്റെ പേരിൽ ആക്ച്വലി ആ ഒരു കാര്യം പരിശോധിക്കാൻ പറ്റും, അതിനകത്ത് മാലഫൈഡ് ഉണ്ടോ എന്ന് മാത്രം. ഓക്കെ, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണോ എന്നുള്ള കാര്യത്തിന് മാത്രമേ അവർക്ക് ഈ കാര്യം പരിശോധിക്കാൻ പറ്റും, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കാരണം വളരെ ലിമിറ്റഡ് ആയിട്ട്, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പവർ മാത്രമേ, ജുഡീഷ്യൽ റിവ്യൂ പവർ മാത്രമേ കോടതികൾക്കുള്ളൂ. ഓക്കെ, സോ നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് അത് കാരണം ശരിയാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, the power to grant pardon by the president cannot be exercised against its own judicial mandate. അത് തെറ്റാണ്. കാരണം പാർഡണിംഗ് പവറിന്റെ ഒരു ബേസിക് ക്യാരക്ടർ തന്നെ അതാണ്. അതായത് ജുഡീഷ്യറി എടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങളെ എതിരായിട്ട് പ്രസിഡന്റിന് തീരുമാനം എടുക്കാനുള്ള ഒരു സ്കോപ്പ് കൊടുക്കുന്ന സാധനമാണ് പാർഡണിംഗ് പവർ. അതായത് ജുഡീഷ്യറി ഒരാളെ ശിക്ഷിച്ചു, ആ ശിക്ഷിച്ച ആളുടെ ജുഡീഷ്യറിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് അയാളെ വെറുതെ വിടാൻ വരെയുള്ള അധികാരം പാർഡണിംഗ് പവേഴ്സ് അനുസരിച്ച് പ്രസിഡന്റിനുണ്ട്. സോ അത് കാരണം ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, the power to grant pardon by the president cannot be exercised against its own judicial mandate എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഡി ആണ് ആൻസർ. നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഡി ആണ്. In 35th question, if the Prime Minister of India is a member of the Rajya Sabha, he can make statement only in Rajya Sabha. Second statement, he has to be a member of Lok Sabha within 6 months. Third statement, he doesn't have accountability to Lok Sabha. Fourth statement, he will not be able to vote in his favor in the event of no confidence motion. Okay, so first statement, he can make statements only in Rajya Sabha എന്ന് പറയുന്നത്. അതായത് പ്രസിഡന്റ് രാജ്യസഭ മെമ്പർ ആണെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? രാജ്യസഭയിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ്സ് മേക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് തെറ്റാണ്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഏത് മിനിസ്റ്റർക്കും രണ്ട് സഭകളിലും ഹാജരാവും. ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ മെമ്പർഷിപ്പ് ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ബിസിനസ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെന്റ്. ഓക്കെ, രാജ്യസഭയിലും ഹാജരാവാം, ലോക്സഭയിലും ഹാജരാവാം. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, he has to become a member of Lok Sabha within 6 months. 6 മാസത്തിനകത്ത് ലോക്സഭ മെമ്പർ ആയിരിക്കണം എന്ന് പറയുന്നത് നിർബന്ധമില്ല. ഇത് ഫോൾസ് ആണ്. കാരണം ഏതെങ്കിലും ഒരു സഭയിലെ മെമ്പർ ആയാൽ മതി. ഇപ്പൊ ഉദാഹരണം നമ്മൾ മൻമോഹൻ സിംഗിന്റെ കാര്യം എടുത്തത്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, he doesn't have accountability to Lok Sabha. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം പ്രൈം മിനിസ്റ്റർ പാർലമെന്ററി മെമ്പർ ആണെങ്കിലും അല്ലെങ്കിലും, ഈവൻ ലോക്സഭ മെമ്പർ ആണെങ്കിലും അല്ലെങ്കിലും, പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇവർ കളക്റ്റീവ്ലി ലോക്സഭയോട് റെസ്പോൺസിബിൾ ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, he will not be able to vote in his favor in the event of no confidence motion. കറക്റ്റ് ആണ്. അതായത് പ്രൈം മിനിസ്റ്റർ ലോക്സഭ മെമ്പർ അല്ലെങ്കിൽ ലോക്സഭക്കകത്ത് നടക്കുന്ന വോട്ടിംഗിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. ഈവൻ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ മിനിസ്റ്റർക്ക് എതിരായിട്ട് വരുന്ന നോ കോൺഫിഡൻസ് മോഷനിൽ ഒരിക്കലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നോ കോൺഫിഡൻസ് മോഷൻ വരുന്നത് ലോക്സഭയിലാണ്. പ്രൈം മിനിസ്റ്റർ രാജ്യസഭ മെമ്പർ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ രാജ്യസഭ മെമ്പർ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർക്ക് ഒരിക്കലും ലോക്സഭയിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാം, ഈ നോ കോൺഫിഡൻസ് മോഷന്റെ ചർച്ചയിൽ പങ്കെടുക്കാം, പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements relating to office of the governor is or are correct? ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, as per the constitution, governor of a state is appointed by the president after consulting with the chief minister of concerned state. ശരിയാണ്. അതായത് ഗവർണർ അപ്പോയിന്റ് ചെയ്തത് കൺസേൺഡ് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണെന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, while exercising his discretionary powers, the governor can act without the aid and advice of the council of ministers. അതായത് ഡിസ്ക്രിഷണറി പവേഴ്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഇല്ലാതെ ഗവർണർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ഡിസ്ക്രിഷണറി പവറിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിമിസ് തന്നെ അതാണ്. ഇവർക്ക് ഇദ്ദേഹത്തിന്റെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെറ്റ് ആണ്. സോ ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements regarding the ordinance making power of the governor is not correct?
ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദി ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഡിസ്ക്രിഷണറി പവർ. അതൊരു ഡിസ്ക്രിഷണറി പവർ അല്ല എന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ ഗവർണർ മേ വിഡ്രോ ദി ഓർഡിനൻസ് എനി ടൈം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ദ ഓർഡിനൻസ് പവർ ക്യാൻ ബി exercised when the legislature is not in session. Fourth statement, the aid and advice of the ministers is not required for declaring the ordinance. So ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇറ്റ്സ് നോട്ട് എ ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. കാരണം ഓർഡിനൻസ് മേക്കിംഗ് പവർ ഒരിക്കലും ഒരു ഡിസ്ക്രിഷണറി പവർ അല്ല. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ ഗവർണർ മേ വിഡ്രോ ദി ഓർഡിനൻസ് എനി ടൈം. അത് ശരിയാണ്. ഗവർണർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഓർഡിനൻസ് വിഡ്രോ ചെയ്യാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ദ ഓർഡിനൻസ് പവർ ക്യാൻ ബി എക്സർസൈസ്ഡ് വെൻ ദി ലെജിസ്ലേച്ചർ ഈസ് നോട്ട് ഇൻ സെഷൻ. അത് കറക്റ്റ് ആണ്. ഈ പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സെഷനിൽ ഇല്ലാത്ത സമയത്ത് മാത്രമേ ഓർഡിനൻസുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി മിനിസ്റ്റേഴ്സ് ഈസ് നോട്ട് റിക്വയർഡ് ബൈ ഫോർ ഡിക്ലെയറിംഗ് ഓർഡിനൻസ്. അത് തെറ്റാണ്. കാരണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഗവർണർക്ക് ഓർഡിനൻസ് ഇറക്കാൻ പറ്റൂ. സ്വന്തം നിലക്ക് ഇറക്കാൻ പറ്റില്ല. സോ ഡി ആണ് ആൻസർ. ഇനി 38th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു ദി പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഓർ ആർ കറക്റ്റ്? The executive powers of the union shall be vested in the parliament. Second statement, the executive powers shall be exercised by the president only through officers subordinate to him. Third statement, the supreme command of the defense forces of the union shall be vested in the president. So ഇതിനകത്ത് പ്രസിഡന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the executive powers of the union shall be vested in the president. ശരിയാണ്. ഓക്കെ, കറക്റ്റ് ആണ്. കാരണം യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ എല്ലാ അധികാരങ്ങളും പ്രസിഡന്റിലാണ് എന്താണ് നിശ്ചിതമായിരിക്കുന്നത് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഷാൽ ബി എക്സർസൈസ്ഡ് ബൈ ദി പ്രസിഡന്റ് ഓൺലി ത്രൂ ഓഫീസേഴ്സ് സബോർഡിനേറ്റ് ടു ഹിം. ശരിയാണ്. യൂണിയന്റെ എല്ലാ എക്സിക്യൂട്ടീവ് പവേഴ്സും അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകളിലൂടെ മാത്രമേ അദ്ദേഹത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് ഹി മേ എക്സിക്യൂട്ട് ഹിസ് പവേഴ്സ് അല്ലെങ്കിൽ യൂസ് ഹിസ് പവേഴ്സ് either directly or through officers subordinate to him എന്നാണ് പറയുന്നത്. സോ ഇത് ഡയറക്റ്റ് ആയിട്ടോ സബോർഡിനേറ്റ്സിലൂടെ യൂസ് ചെയ്യാം. സബോർഡിനേറ്റിലൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സുപ്രീം കമാൻഡ് ഓഫ് ദി ഡിഫൻസ് ഫോഴ്സസ് ഓഫ് ദി യൂണിയൻ ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദി പ്രസിഡന്റ്. ശരിയാണ്. കറക്റ്റ് ആണ്. സോ അപ്പൊ ആൻസർ 1 and 3 only ആണ്. സി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് is not correct regarding the office of the vice president of India. Vice president of India ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, the vice president is elected by an electoral college consisting of elected members of both houses of parliament. ശരിയാണ്. തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the vice president is elected in accordance with the system of proportional representation by means of single transferable vote. Proportional representation by means of single transferable vote യൂസ് ചെയ്തുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്നത്. ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ വൈസ് പ്രസിഡന്റ് ഷാൽ നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ് ഓർ ദി ഹൗസ് ഓഫ് ലെജിസ്ലേച്ചർ ഓഫ് എനി സ്റ്റേറ്റ്. ശരിയാണ്. വൈസ് പ്രസിഡന്റ് ഒരിക്കലും ഒരു പാർലമെന്ററി മെമ്പറോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ മെമ്പറോ എല്ലാം ആവരുതെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഷാൽ ബി ex officio chairman of council of states and shall not be hold any office of profit. ശരിയാണ്. തെറ്റാണ്. ഓക്കെ. സോ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഓപ്ഷൻ എ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ സി ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വൈസ് പ്രസിഡന്റിന്റെ കണ്ടീഷൻസ് ഓഫ് ഓഫീസ് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നത് ഒരാൾ വൺസ് വൈസ് പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുമ്പോഴല്ല പറയുന്നത്, വൈസ് പ്രസിഡന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെയോ പാർലമെന്റിലെയോ മെമ്പർ ആയിരിക്കരുത്. ഇനി അങ്ങനെ മെമ്പർ ആയിട്ടുള്ള ഒരാളാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നതെങ്കിൽ ആ സ്ഥാനം വേക്കന്റ് ആയതായിട്ട് കണക്കാക്കും. വൈസ് പ്രസിഡന്റ് രാജ്യസഭയിലെ ചെയർമാൻ ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെന്റ്. ഓക്കെ, ആൻഡ് ഹി കനോട്ട് ബി എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബൈ ആക്ടിംഗ് ആസ് ദി വൈസ് പ്രസിഡന്റ്. ഓക്കെ, സോ ഈ ഓപ്ഷൻ സി ആക്ച്വലി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്നത്
ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ് അല്ല, ഓൾ ദി മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ്. പാർലമെന്റിലെ എല്ലാ മെമ്പേഴ്സും കൂടി ചേർന്നിട്ടാണ് ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമല്ല. ഓക്കെ, സോ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ്. സർ പറഞ്ഞു സർ, അതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ ഓൺലി എന്നില്ലല്ലോ, അപ്പൊ അവരും കൺസിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണല്ലോ. അവരും കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇപ്പൊ ഇതിനകത്ത് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ദ മോസ്റ്റ് പ്രോബബിൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് ക്ലിയർലി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് കണ്ടീഷൻസ് ഓഫ് ഓഫീസ് പറയുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെയോ അല്ലെങ്കിൽ പാർലമെന്റിലെയോ മെമ്പർ ആയിരിക്കരുത്. ഓക്കെ, പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ഇങ്ങനെ പറയണം, അതായത് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരാൾ മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരാൾ ഇലക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ആയിരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, പക്ഷെ ഒരാൾ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പാർലമെന്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ മെമ്പർ ആകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ്. വൺസ് ഹി എന്റേഴ്സ് ഹിസ് ഓഫീസ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മെമ്പർഷിപ്പ് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ മെമ്പർ ആയിട്ട് ഇരിക്കാൻ പാടില്ലാന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്നതിനകത്ത് മോസ്റ്റ് പ്രോബബിൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനി 40th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഗവേണൻസ് ഓഫ് സ്റ്റേറ്റ്? സ്റ്റേറ്റ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം പേഴ്സൺ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് എ ഗവർണർ ഓഫ് 2 or more states. He shall be appointed by the president. The salary of the governor is fixed by the president. The constitution doesn't mention about the tenure of the president. Tenure of the governor. സോ ഇതിനകത്ത് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ സെയിം പേഴ്സൺ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് ദി ഗവർണർ ഫോർ 2 or more states. ഓക്കെ, ഇതിന്റെ ആൻസർ സിയും ഡിയും ആക്ച്വലി ഇതിന്റെ ആൻസർ ആണ്. ഇത് ക്വസ്റ്റ്യൻ ആക്ച്വലി തെറ്റാണ്. ഇതിന്റെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആൻസർ ആണ്. ഓപ്ഷൻ സി, ദ സാലറി ഓഫ് ദി ഗവർണർ ഈസ് ഫിക്സ്ഡ് ബൈ ദി പ്രസിഡന്റ്, തെറ്റാണ്. നമ്മുടെ ഗവർണറുടെ സാലറിയും അലവൻസും ഫിക്സ് ചെയ്യുന്നത് പാർലമെന്റ് ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡസന്റ് മെൻഷൻ അബൌട്ട് ദി ടെന്യൂർ ഓഫ് ദി ഗവർണർ, അതും തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഗവർണറുടെ ടെന്യൂർ ആയിട്ട് 5 വർഷം പറയുന്നുണ്ട്, പക്ഷെ അത് സെക്യൂരിറ്റി ഓഫ് ടെന്യൂറിലാണ് മാത്രമേ ഉള്ളൂ. ടെന്യൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് പറയുന്നുണ്ട് 5 വർഷം ഗവർണർക്ക് ടെന്യൂർ ഉണ്ട്, പക്ഷെ അത് കണ്ടീഷൻ അറ്റ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ആണെന്ന് പറയുന്നത്. സോ അതിന്റെ സിയും ഡിയും ആൻസർ ആണ് പറയാം. Okay, in 41st question, which of the following statement is not correct regarding center-state relations? Center-state relations ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? In case of overlapping of a matter between the subjects in legislation mentioned in 7th schedule, predominance has been given to union legislation. അതായത് 7th ഷെഡ്യൂളിനകത്ത് വരുന്ന സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ യൂണിയൻ ലെജിസ്ലേഷൻ ആണ് എന്ത് കിട്ടുക, പ്രിഡോമിനൻസ് കിട്ടുക. കറക്റ്റ് ആണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ യൂണിയൻ ലിസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the vesting of residual power under the Indian constitution follows the precedents of Canada and not that of Government of India Act of 1935. Correct ആണോ തെറ്റാണോ? സോ ഇതും കറക്റ്റ് ആണ്. കാരണം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ഫെഡറൽ പ്രൊവിഷൻസിൽ മെജോറിറ്റിയും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണെങ്കിലും റെസിജ്വൽ പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെസിജ്വറി പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ കാനഡയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റെസിജ്വറി പവേഴ്സ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗവർണർ ജനറൽ വൈസ്രോയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ കയ്യിലാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താ പറയുന്നത്, റെസിജ്വറി പവേഴ്സ് ഇസ് വെസ്റ്റഡ് വിത്ത് ദി പാർലമെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ സെൻട്രൽ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ പാർലമെന്റിന്റെ കയ്യിൽ റെസിജ്വറി പവേഴ്സ് കൊടുക്കുന്ന കൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. 35 ആക്ട് അനുസരിച്ച് അത് ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയ്ക്ക് ആയിരുന്നു. സോ ആ എന്താണ് കാര്യം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ കയ്യിലാണ് റെസിജ്വറി പവേഴ്സ്. പക്ഷേ റെസിജ്വറി പവേഴ്സ് പ്രസിഡന്റിനല്ല പാർലമെന്റിനാണുള്ളത്. സോ അപ്പൊ കാനഡിയൻ മോഡലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ കേസ് ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് മാറ്റേഴ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്, predominance has been given to state list. ശരിയാണോ തെറ്റാണോ? ഓക്കെ,
സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ഈ ലിസ്റ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ 3 ലിസ്റ്റുകൾ തമ്മിൽ കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് യൂണിയൻ ലിസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഇനി റിമൈനിങ് ആയിട്ടുള്ള 2 ലിസ്റ്റുകൾ കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും തമ്മിൽ കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രിഡോമിനൻസ് കിട്ടുക കൺകറന്റ് ലിസ്റ്റ് ആണ്. സോ ഈ 3 ലിസ്റ്റുകളിൽ ദ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് പവർഫുൾ ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കൺകറന്റ് സ്ഫിയർ ഇൻ ദ കേസ് ഓഫ് റിപ്പഗ്നൻസി ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലോ റിലേറ്റിംഗ് ടു സെയിം സബ്ജക്ട് ദ ഫോർമർ പ്രൊവൈഡ്സ്. അതായത് യൂണിയൻ ലോ ആയിട്ട് ബന്ധപ്പെട്ട് കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും നിർമ്മിക്കുന്ന ലോസ് തമ്മിൽ ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പഗ്നൻസി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പാർലമെന്ററി ലോ ആണ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആണ്. അതിന് ഒരേ ഒരു എക്സെപ്ഷനേ ഉള്ളൂ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിരിക്കുന്ന ലോ പ്രസിഡന്റിന്റെ കൺസിഡറേഷൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ട് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയിട്ടുള്ള ലോസ് ആണെങ്കിൽ ആ സ്റ്റേറ്റിൽ മാത്രം ആ സ്റ്റേറ്റ് ലോ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ പാർലമെന്റ് വേണമെങ്കിൽ വീണ്ടും ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് രണ്ടാമത് അതേ നിയമം പാസ്സാക്കിക്കൊണ്ട് ഈ സ്റ്റേറ്റ് ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിയമം പാസ്സാക്കിക്കൊണ്ട് ആ സ്റ്റേറ്റ് ലോനെ ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലും ഇതേ കാര്യം ബാധകാക്കാൻ പറ്റും. സോ അപ്പൊ തൽക്കാലത്തേക്ക് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയിട്ടുള്ള നിയമങ്ങളാണെങ്കിൽ ആ സംസ്ഥാനത്തിൽ അത് പ്രിവൈഡ് ചെയ്യും. പക്ഷെ നോർമലി ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലോയും പാർലമെന്ററി ലോയും തമ്മിൽ റിപ്പഗ്നൻസി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും പാർലമെന്ററി ലോ ആയിരിക്കും പ്രിവൈഡ് ചെയ്യുക. സോ അപ്പൊ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് സി ആണ്. ഇനി 42nd ക്വസ്റ്റ്യൻ. ദ മക്കാർത്തനി-മക്ഡൊണാൾഡ് ലൈൻ റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഇസ് റിലേറ്റഡ് ടു അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ്, യൂറോപ്പ് ആൻഡ് ഏഷ്യ, ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യ ആൻഡ് മ്യാൻമാർ. ഓക്കെ, മക്കാർത്തനി-മക്ഡൊണാൾഡ് ലൈൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യ, യൂറോപ്പ് ആൻഡ് ഏഷ്യ, ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യ ആൻഡ് മ്യാൻമാർ. സോ ഇതിന്റെ ആൻസർ സി ആണ്, ഇന്ത്യ ആൻഡ് ചൈനയാണ്. ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പോ വർഷമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ലഡാക്ക് റീജിയനിൽ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലഡാക്കിൽ ആക്ച്വലി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ 2 കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ട്. ഈ 2 ബോർഡേഴ്സ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അതിനകത്ത് ഒരു ബോർഡർ ജോൺസൺ ആർടെക് ലൈൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, നമുക്ക് സാധാരണഗതിയിൽ ഇന്ത്യ ചൈന ബോർഡറുമായിട്ട് സാധാരണഗതിയിൽ ആൾക്കാരുടെ മനസ്സിൽ മക്മഹൺ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മക്മഹൺ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ ഭാഗത്തുള്ള ഇന്ത്യ ചൈന ബോർഡറാണ്. ഓക്കെ, അത് എൻ്റെ ഇന്ത്യ ചൈന ബോർഡർ അല്ല മക്മഹൺ ലൈൻ എന്ന് പറയുന്നത്. ഈ മക്മഹൺ ലൈൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ടിബറ്റിനെ രണ്ടായിട്ട് ഇന്നർ ടിബറ്റ് എന്നും ഔട്ടർ ടിബറ്റ് എന്നും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് ടിബറ്റിന്റെ പാർട്സ് ആണ് നമ്മൾ അരുണാചൽ പ്രദേശായിട്ട് മാറുന്നത്. ചൈന അരുണാചൽ പ്രദേശിന് മുകളിൽ ക്ലെയിംസ് ഉന്നയിക്കുന്നതിനുള്ള റീസൺ തന്നെ അതാണ്. അതായത് ഈ അരുണാചൽ പ്രദേശിന്റെ എസ്പെഷ്യലി അത് തവാങ് ട്രാക്സ് എന്ന് പറയുന്ന റീജിയന് ടിബറ്റിന്റെ ഭാഗമായിരുന്നു പണ്ട്. സോ അപ്പൊ ആ ഒരു ടിബറ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഭാഗം ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ടിബറ്റൻ അതോറിറ്റീസും തമ്മിൽ 1914 സൈൻ ചെയ്തിട്ട് എഗ്രിമെന്റ് ഉണ്ട്, ഷിംല കൺവെൻഷൻസ് എന്നറിയപ്പെടുന്ന. സോ ഇതിന്റെ സമയത്താണ് ഈ പറയുന്ന അരുണാചൽ പ്രദേശിന്റെ മെജോറിറ്റി പാർട്ടി ഇന്ത്യയുടെ ഭാഗമാവുന്നത്. ആ എഗ്രിമെന്റ് കറക്റ്റ് അല്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്നാണ് ചൈന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഇഷ്യൂ അതാണ്. സോ ഈ പറഞ്ഞ ഇതിൽ ടിബറ്റിൽ 2 ഡിവൈഡ് ചെയ്തിട്ടുള്ള ലൈനാണ് മക്മഹോൺ ലൈൻ. സോ അപ്പൊ അവിടുത്തെ ഇന്ത്യ ചൈന അതിർത്തിയാണ് മക്മഹോൺ ലൈന്. പക്ഷെ നമ്മുടെ ലഡാക്കിലേക്ക് വരുമ്പോൾ ലഡാക്കിൽ 2 കോൺഫ്ലിക്റ്റിംഗ് ബൗണ്ടറീസ് ഉണ്ട്. ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ജോൺസൺ ആർടെക് ലൈൻ ആണ്. ജോൺസൺ ആർടെക് ലൈൻ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അന്നത്തെ പണ്ടത്തെ പഴയ ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിട്ടുള്ള WH ജോൺസണും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഒരു ബ്രിഗേഡിയർ ജനറൽ ആയിരുന്ന ജോൺ ആർടെക് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവർ 2 പേരും പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലൈനാണ്. പല കാലഘട്ടങ്ങളിലായിട്ട് ഇവർ 2 പേരും പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലൈനാണിത്. ഓക്കെ, സോ ഈ ജോൺസൺ ആർടെക് ലൈൻ ആണ് ലഡാക്കും ചൈനയും തമ്മിലുള്ള ബോർഡർ ആയിട്ട് നമ്മൾ ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത്. കാരണം ജോൺസൺ ആർടെക് ലൈൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അക്സായ് ചിൻ റീജിയൻ ഇന്ത്യയുടെ പാർട്ടാണ്. നമ്മൾ പറയുന്നത് അതാണ്, അക്സായ് ചിൻ ഇന്ത്യയുടെ ഭാഗമാണ്. അത് പറയാനുള്ള റീസൺ നമ്മൾ ജോൺസൺ ആർടെക് ലൈൻ ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ ഇതേ ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ബോർഡർ ലൈൻ ഉണ്ട്. അതിന്റെ പേരാണ് ഈ പറയുന്ന മക്കാർത്തനി-മക്ഡൊണാൾഡ് ലൈൻ. ഈ മക്കാർത്തനി-മക്ഡൊണാൾഡ് ലൈൻ നമ്മൾ അധികം ഇന്ത്യയുടെ ഒഫീഷ്യൽ ചാനൽസിലൊന്നും അധികം പറയാറില്ല. പക്ഷെ അങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇതും ബ്രിട്ടീഷ് ഇന്ത്യൻ അതോറിറ്റീസ് ഉണ്ടാക്കിയിട്ടുള്ള ലൈനാണ്. ഈ മക്കാർത്തനി-മക്ഡൊണാൾഡ് ലൈനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അക്സായ് ചിൻ ചൈനയുടെ ഭാഗമാണ്. ഓക്കെ, ചൈന പറയുന്നത് ഇതാണ് ഒഫീഷ്യൽ ബൗണ്ടറി എന്നാണ്. സോ അപ്പൊ ഈ മക്കാർത്തനി-മക്ഡൊണാൾഡ് ലൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അക്സായ് ചിൻ ചൈന എത്തും. ഓക്കെ, സോ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. സോ അപ്പൊ ഈ അവിടെയുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് 2 ബൗണ്ടറീസ് ആണ് ഈ പറയുന്ന ജോൺസൺ ആർടെക് ലൈനും മക്കാർത്തനി-മക്ഡൊണാൾഡ് ലൈനും മനസ്സിലാക്കാം. മക്കാർത്തനി-മക്ഡൊണാൾഡ് ലൈൻ ഇന്ത്യ ചൈന ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ലഡാക്കിലുള്ള ഇന്ത്യ ചൈന ബോർഡറാണ്. ഒരു ബോർഡറാണ് ഈ പറയുന്ന അന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോർഡർ ലൈൻ ആണിത്. നമ്മൾ ഇത് അംഗീകരിക്കുന്നില്ല, ഇന്ത്യ ഇത് അംഗീകരിക്കുന്നില്ല. ഇന്ത്യ അംഗീകരിക്കുന്നത് ജോൺസൺ ആർടെക് ലൈനാണ്. ഓക്കെ, സോ അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയത്. കാരണം ഇന്ത്യ ചൈന ഇഷ്യൂ കുറച്ച് കാലമായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. മേ ബി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്.
Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോഓപ്പറേഷൻ എഗ്രിമെന്റ് ഫോർ ജിയോസ്പേഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബെക്ക എന്ന് പറയുന്നത്. It's a foundational defense agreement between India and Russia. Second statement, it will provide Indian military system with a high quality navigation services and missiles with real time intelligence to precision target adversary. Okay, so ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ഫൗണ്ടേഷണൽ ഡിഫൻസ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. കറക്റ്റ് ആണ്. ഇതപ്പോൾ ആരുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്? USA ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ്. Second statement, it will provide Indian military system with a high quality navigation services and missiles real time intelligence to precisely target the adversary. Correct ആണ്. So ഇതിന്റെ ആൻസർ ബി ആണ്. ഓക്കെ, ബെക്ക എന്ന് പറയുന്നത് US ആയിട്ടുള്ള നമ്മുടെ 4 ഫൗണ്ടേഷണൽ അഗ്രിമെന്റുകൾ ഉണ്ട്. അതിൽ ഒന്നാണ് ബെക്ക എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഏറ്റവും അവസാനം വന്നിട്ടുള്ള റീസെന്റ് ആയിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഈ 44th ക്വസ്റ്റ്യൻ, with reference to New Development Bank or NDB, consider the following statement. It's a multilateral development bank operated by the BRICS states. Second statement, it is headquartered in Shanghai, China. Third statement, the state governments in India can seek loan assistance from NDB. In the first statement, it's a multilateral development bank operated by BRICS states. Correct answer. Correct answer. Second statement, it's headquartered at Shanghai, China. Correct answer. Third statement, the state governments in India can seek loan assistance from NDB. Correct answer. Okay, so ഇത് മൂന്നും കറക്റ്റ് ആണ്. ഡി ആണ് ആൻസർ. ഓക്കെ, ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നായിരുന്നു പണ്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, പിന്നീടാണ് ഇത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, ഇത് ഷാങ്ഹായ് ആണ് ഇന്ത്യ എന്താണ് എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ പാർട്ണർഷിപ്പിലുള്ള ഒരു ബാങ്കാണിത്. ഷാങ്ഹായ് ആണ് ഇതിന്റെ ക്യാപിറ്റൽ. ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ അടുത്ത് നിന്ന് ലോൺ വാങ്ങിക്കാം. ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കുന്ന മറ്റൊരു ചൈനയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാങ്കാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AIIB എന്ന് പറയുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബാങ്കാണത്. അതിനകത്ത് ഇന്ത്യ ഒരു ഫൗണ്ടേഷൻ പാർട്ട്ണറാണ്. ഓക്കെ, ഒരു സ്ഥാപകമാണ്. പക്ഷെ അത് ബ്രിക്സിന്റെ ഒന്നുമല്ല, അത് ബീജിംഗിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് KV. ഓക്കെ, പറഞ്ഞു സർ. ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എവിടെയെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തുണ്ടോ? സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് എടുക്കാൻ പറ്റാത്തത് ഏതെങ്കിലും ബാങ്ക് ഉണ്ടോ? സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് എടുക്കാൻ പറ്റും, പക്ഷേ പ്രയർ പെർമിഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് നിർബന്ധമാണ്. ഇപ്പൊ നമുക്ക് ADBയുടെ വേൾഡ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കടം വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് സെൻട്രൽ ഗവൺമെന്റിന് അനുമതിയോടുകൂടി മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ കേരള അങ്ങനെ വാങ്ങിക്കാൻ പറ്റാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവാണ് ആക്ച്വലി. അത് സാധാരണഗതിയിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കടം എടുക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടാണ് അതിന് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ അത് കാരണം സ്റ്റേറ്റുകൾക്ക് ചെയ്യാം, പക്ഷെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി വേണം, അല്ലാതെ പറ്റില്ല. ഓക്കെ സർ. ഓക്കെ, ഇനി അടുത്തത് KV Kamath Committee, sometimes mentioned in the news, is primarily related to national infrastructure plan, interstate migration, 5G trials in India, one-time reconstruction of corporate loans. Okay, so ഈ KV Kamath Committee നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ഈ പറയുന്ന ഇത് കുറച്ചുകാലമായിട്ട് നമ്മുടെ എക്കണോമിക് സർവേക്ക് ആക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പറയുന്നതാണ്. ഇവര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് സുപ്രീം കോടതി ഈ അടുത്ത കാലത്തായിട്ട് KV Kamath Committee റിപ്പോർട്ട് ആക്ച്വലി വന്നിട്ട് കുറച്ചായിട്ടുണ്ട്. ഈ പറയുന്ന റിസർവ് ബാങ്കിനോട് ഈ അടുത്ത കാലത്ത് നമ്മുടെ സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളെ കുറിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ KV Kamath Committee വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ ബാങ്കുകളുടെ ബാഡ് ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കോൺട്രവേഴ്സീസ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് വരുന്നുണ്ട്. 6 അല്ല അതിൽ കൂടുതലായി. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന ഇതിനകത്തൊരു 2016 എന്തോ എക്കണോമിക് സർവേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ബാങ്കിങ് സെക്ടർ തകരെയും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ബാങ്കിലോട്ട് ആവുന്നതിന് പ്രതിഭാസം ഇന്ത്യയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ പഠിക്കാൻ വേണ്ടി, എസ്പെഷ്യലി ബാങ്കിങ് സെക്ടറിനകത്തുള്ള കോർപ്പറേറ്റ് ലോണിന്റെ റീസ്ട്രക്ചറിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ബാങ്കിങ് കമ്പനീസിന് വലിയ രീതിയിലുള്ള നഷ്ടം വരാൻ തുടങ്ങിയ സമയത്താണ്
RBI KV കമ്മിറ്റിനെ ഫണ്ട് അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഓഗസ്റ്റിലാണ് ഈ പറയുന്ന നമ്മുടെ കോവിഡ് പാൻഡമിക് ഹിറ്റ് ചെയ്ത സമയത്ത് കോർപ്പറേറ്റ് ലോൺസ് വീണ്ടും ഫെയിൽ ആവുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വലിയ രീതിയിൽ നഷ്ടങ്ങൾ വരാൻ തുടങ്ങിയിട്ട് കോർപ്പറേറ്റ് ലോൺസ് അതിന്റെ റീപേയ്മെന്റ് ഫെയിൽ ആവുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഫണ്ട് ഉണ്ടായതുപോലെ 2014 നേരത്തെ പറഞ്ഞ ഉണ്ടായതുപോലെ ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് എന്താണ് ബോറോയിങ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോൺസ് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഒന്നുകൂടി ഹെൽത്തി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കമ്മിറ്റിയാണ് KV കാമത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കമ്മിറ്റിയാണ്. പക്ഷെ നിങ്ങളൊന്നും ഓർത്തിരിക്കുക, അതായത് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടർ കുറെ കാലമായിട്ട് അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. സോ അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ടാണ് ഈ പറയുന്ന എസ്പെഷ്യലി കോർപ്പറേറ്റ് ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോവിഡ് പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസും വരുന്നത്. സോ ഈ കോവിഡ് പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് ലോൺസ് എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് RBI KV കാമത്ത് കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് the joint comprehensive plan of action or JCPOA is sometimes mentioned in media, is referred to West Texas intermediaries. ഓക്കെ, ഇറാൻ ന്യൂക്ലിയർ ഡീലാണ്, ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 2015 മുതൽ നമ്മൾ ന്യൂസുകളിൽ കാണുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇടയ്ക്ക് നമ്മുടെ 2018 ട്രംപ് വിഡ്രോ ചെയ്ത അല്ലെങ്കിൽ US വിഡ്രോ ചെയ്ത ഡീലാണ്. ഇപ്പോൾ മിക്കവാറും അവർക്ക് റീസൈൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, വലിയൊരു ചാൻസ് ഒന്നും ഇല്ലെങ്കിലും there is a ഗുഡ് ഹോപ്പ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് BNAയിൽ ഇറാനും ബാക്കിയുള്ള ഈ P5+ കൺട്രീസും എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. സോ ഇപ്പൊ മിക്കവാറും ഈ പറയുന്ന JCPO റിവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള ഡീല് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് കാരണം ഒന്ന് ന്യൂസസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇറാൻ ന്യൂക്ലിയർ ഡീൽ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി 47th ക്വസ്റ്റ്യൻ, the term new star deals is sometimes seen in the news is referred to permitting foreign education institutions to set up their campuses in India, an initiative of UNFCCC to making Europe climate neutral by 2015, nuclear arms reduction treaty between United States and Russian Federation, facilitating exchange of medical equipment from India to African continent. C ആണ് ആൻസർ, ന്യൂക്ലിയർ റിഡക്ഷൻ ട്രീറ്റി ആണ്. അതായത് പണ്ട് നിങ്ങൾ ഈ കോൾഡ് വാർ പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് എന്നും സാൾട്ട് എന്നും പറഞ്ഞിട്ട് രണ്ട് ട്രീറ്റീസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് വെപ്പൺസിന്റെ റിഡക്ഷൻ ട്രീറ്റിയാണ്. ഓക്കെ, അതായത് ലോങ് റേഞ്ച് മിസൈൽസ് പോലുള്ള കാര്യങ്ങളുടെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റിയാണ്. ഓക്കെ, സോ ഈ സാൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ ലിമിറ്റേഷൻ ട്രീറ്റി ആയിരുന്നു സാൾട്ട് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റാർട്ടിന്റെ പുതിയ വേർഷനാണ് ന്യൂ സ്റ്റാർട്ട് ഡീൽ എന്ന് പറയുന്നത്. ഇത് ബരാക് ഒബാമ US പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒബാമയും അതേപോലെ തന്നെ ദിമിത്രി മെദ്വദേവും തമ്മിൽ, അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന മെദ്വദേവും തമ്മിൽ. ഓക്കെ, സോ ഇതിന്ന് ആക്ച്വലി US വിഡ്രോ ചെയ്യാൻ ചാൻസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഓക്കെ, സോ ജസ്റ്റ് ഇത് ന്യൂക്ലിയർ ആംസ് റിഡക്ഷൻ ട്രീറ്റി ആണ് നോക്കാൻ മതി, US ഉം റഷ്യയും തമ്മിലുള്ളതാണ്. ഇനി 48th question, which of the following statement is incorrect regarding US presidential election? A person can hold the office of president for maximum of 2 terms only. US presidential candidate has same eligibility criteria for Indian presidential candidate. Third statement, if the president vacates his office, the vice president will be appointed for the rest of the term. The president is elected by an electoral college. So ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് US പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് B ആണ്. കാരണം US പ്രസിഡന്റേയും ഇന്ത്യൻ പ്രസിഡന്റേയും തമ്മിലുള്ള ക്വാളിഫിക്കേഷൻസിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമില്ല. ആ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US പ്രസിഡന്റിന്റെ കേസിൽ US പ്രസിഡന്റ് അവിടുത്തെ, അതായത് US ജനിച്ച് വളർന്നിട്ടുള്ള ഒരു സിറ്റിസൺ ആയിരിക്കണം എന്നുണ്ട്. ഓക്കെ, ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരാളായിരിക്കണം എന്നുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ കേസിൽ എങ്ങനെയെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, ബൈ ബർത്തോ ബൈ രജിസ്ട്രേഷനോ ബൈ നാച്ചുറലൈസേഷനോ അത് സ്പെസിഫൈ ചെയ്യുന്നില്ല, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ US പ്രസിഡന്റ് ആണെങ്കിൽ അവിടുത്തെ നാച്ചുറലി അവിടെ ബോൺ ചെയ്തിട്ടില്ല, അവിടെ ജനിച്ചിട്ടുള്ള ഒരാളായിരിക്കും US പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി 49th ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് പാസസ്: ലിപു ലേക്ക് പാസ്, ഷിപ്കില പാസ്, മന്ന പാസ്, നീതി പാസ്. വിച്ച് ഓഫ് ദി എബോവ് പാസസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്? അതായത് ഉത്തരാഖണ്ഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പാസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിപു ലേക്ക്, ഷിപ്കില, മന്ന, നീതി പാസ്. നിങ്ങൾ ഇന്ത്യൻ ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഹിമാലയൻ റീജിയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബേസിക്കലി പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇടയ്ക്കൊക്കെ ന്യൂസിൽ വരാറുള്ളത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ C ആണ്. ഈ പറയുന്ന 134 ആണ് ആൻസർ. ഓക്കെ, ഷിപ്കില പാസ് ഉത്തരാഖണ്ഡിലല്ല, ഷിപ്കില പാസ് ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത്. ബാക്കിയുള്ള 3 പാസസും ഉത്തരാഖണ്ഡിലാണ്. ലിപു ലേക്കും
മന്നാമാസും അതേപോലെ തന്നെ നീതി പാസും. സോ സി ആണ് ആൻസർ 1, 3 and 4. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവർ ആൻഡ് ഇന്റർനാഷണൽ ബൗണ്ടറീസ് കറക്റ്റ്ലി മാച്ച്ഡ്? കാലി ഭൂട്ടാൻ ആൻഡ് ഇന്ത്യ, ടീസ്റ്റ ബംഗ്ലാദേശ്, ഇൻഡസ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഡി നൺ ഓഫ് ദി അബോവ്. അതിനകത്ത് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഏതാണ് റിവറും ഇന്റർനാഷണൽ ബോർഡറും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡി ആണ് ഇതിന്റെ ആൻസർ, നൺ ഓഫ് ദി അബോവ്. കാളി റിവറിന്റെ കേസിൽ അത് നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള ബോർഡറാണ് കാളി റിവറിന്റെ ബോർഡർ എന്ന് പറയുന്നത്. കാളി റിവർ എന്ന് പറയുന്നത് കാളി റിവറിന്റെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു കാലാപാനി എന്ന് പറയുന്ന ചെറിയൊരു ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും നേപ്പാളും തമ്മിൽ കുറച്ച് ബോർഡർ ഡിസ്പ്യൂട്ട്സ് നിലവിലുണ്ട്. സോ അപ്പൊ കാളി എന്ന് പറയുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലുള്ളതാണ്. ടീസ്റ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലുള്ളതാണ്. ഓക്കെ, ഇൻഡസ് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ അത് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലും. ഓക്കെ, ഒരു മിനിറ്റ്, ഇതിന്റെ ആൻസറിനകത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഒരു മിനിറ്റ് ഒന്ന് ഓക്കെ. ഈ 50th ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളൂ. അത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുള്ളത് ആൻസർ കീ തെറ്റിയതാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഈ 50th ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങളുടെ ആൻസർ കീയിൽ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ, ഓക്കെ, ഇതിനകത്ത് ഈ ടീസ്റ്റയുടെയും ഇൻഡസിന്റെയും കേസിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഇത് കറക്റ്റ് അല്ലേ എന്നുള്ളത്. ഓക്കെ, സോ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഈ 50th ക്വസ്റ്റിന്റെ ആൻസർ അത് കറക്റ്റ് അല്ലേ എന്ന് ഡൗട്ട് ഉണ്ട്. സോ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്? ഇതുവരെ എവിടെയും ഫിനാൻസ് എമർജൻസി ഇംപ്ലിമെന്റ് ചെയ്തു? ഇന്ത്യയിൽ ഇതുവരെ ഫിനാൻഷ്യൽ എമർജൻസി വന്നിട്ടില്ല. ഓക്കെ സർ. ഓക്കെ, ഇതിനകത്ത് ഈ പറയുന്ന 50th ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഇതിനകത്ത് ടീസ്റ്റയും ഇൻഡസും. ടീസ്റ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഭൂട്ടാനിൽ നിന്നാണ്, നമ്മുടെ സിക്കിമിന്റെ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ വന്നിട്ട് അവസാനം ബംഗ്ലാദേശിലേക്ക് എത്തുന്നത്. പക്ഷെ അതൊരു ഇന്റർനാഷണൽ ബോർഡർ ആയിട്ട് ടീസ്റ്റ എവിടെയെങ്കിലും മാറുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇൻഡസ് എന്തായാലും അങ്ങനെ മാറുന്നില്ല. ഇൻഡസ് ആക്ച്വലി ഈ പറയുന്ന ബോർഡേഴ്സ് ക്രിസ് ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ക്രോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ബോർഡർ ആയിട്ട് ഒരിടത്തും മാറുന്നില്ല. ഓക്കെ, ടീസ്റ്റയുടെ കേസിൽ ഡൗട്ട് ഉണ്ട്. ടീസ്റ്റയുടെ കേസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിനകത്തൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഗുഡ് നൈറ്റ്.